الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على نبيك محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. സഹോദരങ്ങളെ, കഴിഞ്ഞ ദർസിൽ ബാബു മൻ ഹഖഖ തൗഹീദ് ദഖല അൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്. തൗഹീദ് പൂർത്തീകരിച്ചവർ അവർക്ക് വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും എന്ന അധ്യായമാണ് നമ്മൾ വിവരിച്ചത്. പറഞ്ഞതിൻ്റെ ചുരുക്കം, തൗഹീദിന് 3 പടികളുണ്ട്. ഒന്ന് തൗഹീദിൻ്റെ അടിത്തറയാണ്. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിന് പുറമേയുള്ള ഇബാദത്ത് ചെയ്യപ്പെടുന്ന താഗൂത്തുകളെ ഉപേക്ഷിക്കുക. അതാണ് അടിത്തറ. അത് ഒരാൾ സ്വീകരിച്ചാൽ അവൻ മുസ്ലിമാണ്, അവൻ കാലാകാലം നരകത്തിൽ കിടക്കുകയില്ല. രണ്ടാമത്തേത് തഹ്ഖീഖു തൗഹീദ് അൽ വാജിബ്, നിർബന്ധമായ തൗഹീദിൻ്റെ പൂർത്തീകരണമാണ്. ഒരാൾ ഹറാമുകൾ ഉപേക്ഷിക്കുന്നു, ഷിർക്കുൻ അസ്ഗർ ഉപേക്ഷിക്കുന്നു, ബിദ്അത്തുകൾ ഉപേക്ഷിക്കുന്നു, വാജിബുകൾ പ്രവർത്തിക്കുന്നു. ഇങ്ങനെയായാൽ അവൻ തൗഹീദിൻ്റെ നിർബന്ധമായ പടി പൂർത്തീകരിച്ചിരിക്കുന്നു. അവൻ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കില്ല, അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ്. മൂന്നാമത്തെ പദവി, അതാണ് തൗഹീദിൻ്റെ ഏറ്റവും ഉത്തമമായ പരിപൂർണമായ പദവി, ഔലിയാക്കന്മാരുടെ പദവി. തഹ്ഖീഖു തൗഹീദിൽ മുസ്തഹബ്, തൗഹീദിൻ്റെ സുന്നത്തായ പൂർത്തീകരണം. അത് നേടിയെടുക്കണമെങ്കിൽ 5 കാര്യങ്ങൾ അവനിൽ ഉണ്ടാകണം. ഒന്ന്, അവൻ മക്രൂഹുകൾ ഉപേക്ഷിക്കുക എന്നതാണ്. വെറുക്കപ്പെട്ട കാര്യങ്ങൾ വരെ ഉപേക്ഷിക്കുക, നിസ്കാരം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുക. ഇങ്ങനെ മക്രൂഹാത്തുകൾ ഉപേക്ഷിക്കുക. അതുപോലെ ഫുദൂലുൽ മുബാഹാത്ത്, അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ ആവശ്യത്തിനപ്പുറം ഉപയോഗിക്കുന്നത് നിർത്തുക. ഭക്ഷണമാണെങ്കിലും ഉറക്കമാണെങ്കിലും സംസാരമാണെങ്കിലും ഇങ്ങനെ. മൂന്നാമത്തെ കാര്യം, അവൻ സഗായിറുകൾ, ചെറുപാപങ്ങൾ അവ ഉപേക്ഷിക്കുക, ചെറിയ തെറ്റുകൾ. മൂന്നാമത്തെ കാര്യം, അവൻ മുസ്തഹബ്ബാത്തുകൾ നിർവഹിക്കുക, സുന്നത്തായ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരും. ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ മക്രൂഹുകൾ, ഫുദൂലുൽ മുബാഹാത്ത്. അതുപോലെ തന്നെ ജനങ്ങളോട് ചോദിക്കുന്നത് ഉപേക്ഷിക്കുക. ആളുകളോട് ഒരു കാര്യം ആവശ്യപ്പെടുന്ന, ചോദിക്കുന്ന അവസ്ഥ പരമാവധി ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കേണ്ട കാര്യം മൂന്നാമത്തെ കാര്യം അതാണ്. അതുപോലെ തന്നെ സുന്നത്തായ മുസ്തഹബായ കാര്യങ്ങൾ ജീവിതത്തിൽ. ഒരു കാര്യം ഞാൻ മറന്നത്, 4ാമത്തെ കാര്യം ആർക്കാ ഓർമ്മയുള്ളത്? ഓർമ്മ പറയാം. ഇതാണ് മുസ്തഹബായ തൗഹീദ്, അതിൻ്റെ പൂർത്തീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ വിവരിച്ച ചുരുക്കം. അതിനുള്ള തെളിവുകളാണ് നമ്മൾ പറഞ്ഞു വന്നത്. ആ വിഷയത്തിൽ സുദീർഘമായൊരു ഹദീസാണ് അടുത്തതായി നൽകിയത്. അതിൻ്റെ ഏതാണ്ടൊരു ഭാഗം, ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞവിടെ വായിച്ചു, വിശദീകരിച്ചു. ഒരിക്കൽ കൂടി ഇൻഷാ അല്ലാഹ് അത് വായിക്കാം. ആ ഹദീസാണ് ഇനി വിശദീകരിക്കാനുള്ളത്. തഫദ്ദൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال المؤلف رحمه الله عن حسين بن عبد الرحمن قال: كنت عند سعيد بن جبير فقال: أيكم رأى الكوكب الذي انقض البارحة؟ قلت أنا. ثم قلت: أما إني لم أكن في صلاة ولكني لدغت. قال: فما صنعت؟ قلت: ارتقيت. قال: فما حملك على ذلك؟ قلت: حديث حدثناه الشعبي. قال: وما حدثكم؟ قلت: حدثنا عن بريدة بن حصيب رضي الله عنه أنه قال: لا رقية إلا من عين أو حمى. عن حسين بن عبد الرحمن قال: അദ്ദേഹം താബിഇയാണ്, തബഉ താബിഇയാണ് ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ. അദ്ദേഹം പറയുന്നു, കുൻതു ഇൻദ സഈദ് ബിൻ ജുബൈർ, ഞാൻ താബിഈങ്ങളിൽപ്പെട്ട സഈദ് ബിൻ ജുബൈറിൻ്റെ അരികിലായിരുന്നു.
فقال أيكم رأى الكوكب الذي انقض البارحة കഴിഞ്ഞ രാത്രിയിൽ ആകാശത്തുണ്ടായ ഉൽക്കാവർഷം ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ കണ്ടത്? ഇന്നലെ രാത്രി വലിയ ഉൽക്കാവർഷമുണ്ട്, നിങ്ങൾ ആരെങ്കിലും അത് കണ്ടുവോ? അപ്പോൾ ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ അദ്ദേഹം പറഞ്ഞു, ഖുൽതു അന, ഞാൻ കണ്ടിട്ടുണ്ട്. ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, അമാ ഇന്നി ലം അകുൻ ഫീ സലാത്തിൻ, ഞാൻ ഇന്നലെ ഈ പറഞ്ഞ കാഴ്ച കാണാനുള്ള കാരണം രാത്രി നിസ്കാരത്തിന് എഴുന്നേറ്റത് കൊണ്ടല്ല, ഞാനും അങ്ങനെ ധരിക്കേണ്ടതില്ല. വലാകിന്നി ലുദിഗ്തു, എനിക്ക് ഇന്നലെ വിഷബാധ ഏറ്റിരുന്നു, തേളോ മറ്റോ കടിച്ചിരുന്നു. ഖാല ഫമാ സനഅത്, അങ്ങനെ നിന്നെ തേള് കടിച്ചപ്പോൾ നീ എന്താണ് ചെയ്തത്? ഖുൽതു ഇർതഖൈത്, അദ്ദേഹം പറഞ്ഞു, എനിക്ക് മന്ത്രിച്ചു തരാൻ ആരെയെങ്കിലും കിട്ടുമോ എന്നന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഫമാ ഹമലക അലാ ദാലിക്, വിഷബാധയേറ്റപ്പോൾ മറ്റൊരാളോട് മന്ത്രിക്കാൻ ആവശ്യപ്പെടാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ അത് ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, ഹദീസുൻ ഹദ്ദസനാഹു ശഅബി, എൻ്റെ അധ്യാപകരിൽ ഒരാളായ ശഅബി, ആമിർ ഇബ്നു ശറഹ്ബീൽ ശഅബി, അദ്ദേഹം എന്നോട് പറഞ്ഞ ഹദീസാണ് ഞാൻ അതിനുള്ള തെളിവായി കണ്ടത്. ഫമാ ഹദ്ദസകുമു ശഅബി, ശഅബി നിങ്ങളോട് പറഞ്ഞ ഹദീസ് ഏതാണ്? അദ്ദേഹം പറഞ്ഞു, ഹദ്ദസന അൻ ബുറൈദത്ത് ഇബ്നു ഹുസൈബ്, ബുറൈദത്ത് ഇബ്നു ഹുസൈബ് എന്ന സഹാബി പറഞ്ഞതായി ശഅബി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമ. ആ സഹാബി അതല്ലെങ്കിൽ മറ്റു ചില റിവായത്തുകളിൽ വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമ. രണ്ട് കാര്യങ്ങളിൽ നിന്നാണ് മന്ത്രം ഏറ്റവും അധികം ഫലപ്രദമാവുക. മന്ത്രിക്കുക എന്നത് അതുകൊണ്ട് ഏറ്റവും ഉപകാരം ലഭിക്കുക രണ്ട് കാര്യങ്ങളിലാണ്. ഇൻഷാ അല്ലാഹ് മന്ത്രം അതിൻ്റെ രൂപങ്ങളും മറ്റും വിശദീകരിക്കുന്ന അധ്യായം പിന്നീട് വരാനുണ്ട്. ആ സന്ദർഭത്തിൽ നമുക്കത് പറയാം, മന്ത്രത്തെക്കുറിച്ച്, റുഖിയയെക്കുറിച്ച് അപ്പോൾ പറയാം. ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമ, കണ്ണീരിൽ നിന്നും വിഷത്തിൽ നിന്നുമാണ് മന്ത്രം ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ബുറൈദത്ത് ഇബ്നു ഹുസൈബ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സഹാബി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ തവണ പറഞ്ഞു, സഹാബി പറഞ്ഞ ഹദീസിന് എന്ത് പറയും? മൗഖൂഫ് എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന് മർഫൂഅ് എന്ന് പറയും. ഈ സഹാബി എന്നോട് ഇത് പറഞ്ഞതാണ്, ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് വിഷബാധയേറ്റപ്പോൾ മന്ത്രിച്ചത്. മുൻപ് പറഞ്ഞിരുന്നു, കണ്ണീർ ബാധിച്ചു എന്ന് തോന്നിയാൽ നന്നായി മന്ത്രിക്കുക. ആയത്തുൽ കുർസി, ആമന റസൂൽ, സൂറത്തുൽ ഫാത്തിഹ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അൽ കാഫിറൂൻ, ഇങ്ങനെയുള്ള സൂറത്തുകൾ ഓതിക്കൊണ്ട്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകൾ, അദ്കാറുകൾ, ബിസ്മില്ലാഹി അർഖി നഫ്സി മിൻ കുല്ലി ഷൈഇൻ യുദീനി വമിൻ കുല്ലി ഐനി ഹാസിൻ അല്ലാഹു യശ്ഫീനി, അതല്ലെങ്കിൽ ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം, അഊദു ബികലിമാത്തില്ലാഹി തആമാത്തി മിൻ ശർരി മാ ഖലഖ്. ഇങ്ങനെയുള്ള ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് മന്ത്രിക്കുക. കണ്ണീർ അതിൻ്റെ സ്വാധീനം പെട്ടെന്നില്ലാതെയാകും. അതുമല്ലെങ്കിൽ വിഷബാധയേറ്റാൽ മറ്റു ചികിത്സകൾ തേടുന്നതിനോടൊപ്പം തന്നെ മന്ത്രിക്കുക. എന്നിട്ട് വിഷബാധയേറ്റ സ്ഥലത്ത് തടവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഒരിക്കൽ തേള് കടിച്ചപ്പോൾ അവിടുന്ന് ഖുർആൻ ഓതുകയും തൻ്റെ വിഷബാധയേറ്റ ഭാഗത്ത് ഊതുകയും അതോടൊപ്പം ഉപ്പ് കലർത്തിയ വെള്ളം അതിനു മുകളിൽ ഒഴിക്കുകയും ചെയ്തു. അപ്പോൾ അത് ഒരേ സമയം ചികിത്സയുമാണ്, അതേസമയം മന്ത്രവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരിക്കൽ നിസ്കരിക്കുമ്പോൾ തേള് കടിച്ച സന്ദർഭത്തിൽ. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഒരാൾക്ക് വിഷബാധയേറ്റാൽ മന്ത്രിക്കണം. മന്ത്രിക്കാൻ വേണ്ടി പോയി. അദ്ദേഹത്തിന് വിഷബാധ കഠിനമായി ഏറ്റതുകൊണ്ടായിരിക്കാം അദ്ദേഹം മറ്റൊരാളോട് മന്ത്രിച്ചു തരാൻ ആവശ്യപ്പെട്ടത്. അല്ലാഹു അലം. فقال قد أحسن من انتهى إلى ما سمع ولكن حدثنا ابن عباس رضي الله عنهما عن النبي صلى الله عليه وسلم قال عرضت علي الأمم فرأيت النبي ومعه الرهط والنبي ومعه الرجل والرجلان والنبي ليس معه أحد
إذ رفع لي سواد عظيم فظننت أنهم أمتي فقيل لي هذا موسى وقومه فنظرت فإذا سواد عظيم فقيل لي هذه أمتك ومعهم 70,000 يدخلون الجنة بغير حساب ولا عذاب. فقال قد أحسن من انتهى إلى ما سمع. അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ സഈദ് ബിൻ ജുബൈർ അദ്ദേഹം പറഞ്ഞു ഖദ് അഹ്സന മൻ ഇൻതഹ ഇലാ മാ സമിഅ. താൻ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക എന്നത് നല്ല കാര്യമാണ്. നീ നിനക്ക് ലഭിച്ച തെളിവ് കൊണ്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. നമ്മൾ പലരും ചെയ്യുന്ന പോലെ തോന്നലുകളുടെ അടിസ്ഥാനത്തിലോ കേട്ടുകേൾവികളുടെ അടിസ്ഥാനത്തിലോ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ പ്രവർത്തിച്ചത്. നല്ല കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ച ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക എന്നത് നല്ല കാര്യമാണ്. എന്നാൽ ഇതിനേക്കാൾ ഉത്തമമായ മറ്റൊരു വഴിയുണ്ട്. ഇനി അതാണ് അദ്ദേഹം അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. വലാകിൻ ഹദ്ദസന ഇബ്നു അബ്ബാസ്. എന്നാൽ ഇബ്നു അബ്ബാസ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ആരോട് പറഞ്ഞിരിക്കുന്നു? സഈദ് ഇബ്നു ജുബൈറിനോട് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ പേരുകൾ മാറിപ്പോരുത്. ഹുസൈൻ ബിൻ അബ്ദുറഹ്മാൻ അദ്ദേഹം താബിഈൻ, സഈദ് താബിഈൻ. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ആരായിരിക്കും? സഹാബിമാരായിരിക്കും. അദ്ദേഹം പറയാം വലാകിൻ ഹദ്ദസന ഇബ്നു അബ്ബാസ്. എന്നോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഇബ്നു അബ്ബാസ്? അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? ഹബ്റുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ പണ്ഡിതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പല തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു അല്ലാഹുമ്മ അല്ലിംഹു തഅവീൽ, അല്ലാഹുവേ നീ ഇബ്നു അബ്ബാസിന് ഖുർആനിൻ്റെ വിശദീകരണം പഠിപ്പിച്ചു കൊടുക്കണമേ. മറ്റൊരിക്കൽ അവിടുന്ന് പ്രാർത്ഥിച്ചു അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, അല്ലാഹുവേ ഇബ്നു അബ്ബാസിന് നീ ദീനിൽ അവഗാഹം നൽകണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ലഭിച്ച സഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. ഇബ്നു അബ്ബാസ് ഞങ്ങളോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഹദീസിലുള്ളത്? അവിടുന്ന് പറഞ്ഞു ഉറിദത് അലയ്യൽ ഉമം. ഹദീസ് മനോഹരമായ ഹദീസാണ്. ഉറിദത് അലയ്യൽ ഉമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എനിക്ക് സർവ്വ ഉമ്മത്തുകളെയും കാണിക്കപ്പെട്ടു, എൻ്റെ മുൻപിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു ഇത് ഇസ്രാ മിഅ്റാജിൻ്റെ സന്ദർഭത്തിലാണ്. എല്ലാ ഉമ്മത്തുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻപിൽ അള്ളാഹു കാണിച്ചു കൊടുത്തു. വേറെ ചിലർ പറഞ്ഞു ഇത് ഹജ്ജിന് ശേഷമാണ്. ചിലർ പറഞ്ഞു 2 തവണ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് ഇസ്രാ മിഅ്റാജിൻ്റെ സന്ദർഭത്തിലും മറ്റൊന്ന് ഹജ്ജിൻ്റെ സന്ദർഭത്തിലുമാണ്. രണ്ടും 2 സന്ദർഭത്തിൽ ആവർത്തിച്ച് അവിടുന്ന് കാണാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഉറിദത് അലയ്യൽ ഉമം, സർവ്വ ഉമ്മത്തുകളെയും അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. ഫറഅയ്തു അന്നബി വമഅഹു റഹ്ത്. ഞാൻ ഒരു നബിയെ കണ്ടു. ഓരോ സമൂഹവും അവരുടെ നബിമാരോടൊപ്പമാണ് ഉള്ളത്. ഫറഅയ്തു അന്നബി വമഅഹു അർറഹ്ത്. ഒരു നബിയെ എനിക്ക് കാണിക്കപ്പെട്ടു. വമഅഹു റഹ്ത്, അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ പിൻപറ്റിയ ഒരു റഹ്ത്തുണ്ട്. അറബിയിൽ റഹ്ത്ത് എന്ന് പറഞ്ഞാൽ 3 മുതൽ 9 വരെയുള്ള ആളുകളാണ്. ഒരു നബി അദ്ദേഹത്തെ പിൻപറ്റിയിരിക്കുന്നത് 9 ആളുകളാണ്, അല്ലെങ്കിൽ അതിനിടയിലാണ്, 3-നും 9-നും ഇടയിൽ ആളുകളാണ്. വന്നബിയ വമഅഹു റജുൽ വറജുലാൻ. മറ്റൊരു നബിയെ ഞാൻ കണ്ടു. വമഅഹു റജുൽ, അദ്ദേഹത്തോടൊപ്പമുള്ളത് ഒരൊറ്റ മനുഷ്യനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു നബി അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ പിൻപറ്റി ആകെ ഉള്ളത് ഒരു മനുഷ്യനാണ്. മറ്റൊരു നബി വന്നബി വമഅഹു റജുലാൻ, വേറെ ഒരു നബി അദ്ദേഹത്തോടൊപ്പമുള്ളത് 2 ആളാണ്. വന്നബി ലൈസ മഅഹു അഹദ്, വേറെ ഒരു നബി വന്നിരിക്കുന്നു, അദ്ദേഹം ഒറ്റക്കാണ്. ലൈസ മഅഹു അഹദ്, ഒപ്പം ഒരാളും തന്നെ ഇല്ല. പറഞ്ഞത് സഹോദരൻ നമുക്ക് വലിയ പാഠമാണ്. സത്യം നമ്മെ പിൻപറ്റുന്ന ആളുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഖുർആനും സുന്നത്തും എവിടെയാണ് അതിനാണ് സത്യം. ഞങ്ങൾ കുറേ ആളില്ലേ, ഞങ്ങൾ കുറച്ചാളല്ലേ, ഇതൊന്നും സത്യത്തിൻ്റെ അടയാളമല്ല. ചില ആൾക്കാർ പറയും ഞങ്ങളൊപ്പം കുറേ ആൾക്കാരാണ്, അതുകൊണ്ട് ഞങ്ങളാണ് സത്യത്തിൻ്റെ ആളുകൾ. വേറെ ചില ആൾക്കാർ പറയും ഞങ്ങളൊപ്പം ഒരാളുമില്ല, അതുകൊണ്ട് ഞങ്ങളാണ് സത്യത്തിൻ്റെ ആൾ. രണ്ടും സത്യത്തിൻ്റെ അടയാളമല്ല.
സത്യത്തിൻ്റെ അടയാളം ഖുർആൻ സുന്നത്ത്. അതാണ് സത്യത്തിൻ്റെ അടയാളം. ചിലപ്പോൾ സത്യത്തിന് ആളുകൾ ലഭിച്ചേക്കാം, ചിലപ്പോൾ സത്യത്തിനോടൊപ്പം ആളുകൾ നിൽക്കാത്ത അവസ്ഥ. നീ ശ്രദ്ധിക്കേണ്ടത് സത്യം നിന്റെ പക്കലുണ്ടോ എന്ന്. അതുകൊണ്ടാണ് ഉലമാക്കളിൽ ചിലർ പറഞ്ഞു, അൽ ഹഖു ലാ യുഅറഫു ബിർറിജാൽ, സത്യം ഒരിക്കലും ആളുകളെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. വ ഇന്നമാ യുഅറഫു റിജാലു ബിൽ ഹഖ്, സത്യം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിനക്ക് ആളുകളെ മനസ്സിലാക്കാൻ പറ്റും. പറഞ്ഞു മനസ്സിലായത് നിങ്ങൾക്ക്? ആളുകളെ നോക്കി സത്യം കണ്ടെത്താൻ പറ്റില്ല. ഇന്നോൻ എവിടെയാണ്, അയിമലല്ല സത്യമല്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ച്. ഇന്നയാളെവിടെ, അതിലല്ല സത്യമുള്ളത്. സത്യം എവിടെ, അതിലൊരാളുണ്ട് എങ്കിൽ അയാളെ നിനക്ക് സത്യത്തിൻ്റെ ആളായും അല്ലാത്തവരെ സത്യം സ്വീകരിക്കാത്തവരായും മനസ്സിലാക്കാം. നോക്കൂ നിങ്ങൾ, നബിമാർ അവരുടെ ശ്രേഷ്ഠതയ്ക്ക് വല്ല കുറവുണ്ടോ? ആളുകൾ കുറഞ്ഞതുകൊണ്ട് ഇല്ല. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല മോശം പറഞ്ഞോ? ഇല്ല. അതുകൊണ്ട് എൻ്റെ സഹോദര, നീ ദഅവത്ത് നടത്തുമ്പോൾ ജനങ്ങൾ നിന്നെ സ്വീകരിച്ചോ ഇല്ലേ അത് നിന്നെ ബാധിക്കരുത്. അവർ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും നീ ഹഖ് പറയാം, ആളുകൾ സ്വീകരിച്ചാലില്ലെങ്കിൽ. ഉലമാക്കൾ ചിലർ പറഞ്ഞതുപോലെ, ഇയ്യാക വദ്ദലാല, നീ വഴികേടിനെ സൂക്ഷിക്കണം. വലാ തഗ്തർ ബികസ്റത്തിൽ ഹാലികീൻ, ധാരാളം ആളുകൾ ദലാലത്തിൽ വീണ് നശിച്ചു പോയിട്ടുണ്ട് എന്നത് കണ്ട് അവരുടെ എണ്ണത്തിൻ്റെ വർധനവ് കണ്ട് നീ ഒരിക്കലും വഞ്ചിതനാകരുത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ പലരും ഈ കാര്യം ധാരാളം തവണ, നമ്മൾ എന്തുകൊണ്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥന അവിടെ നിർത്താത്തത്? ഇഹ്ദിനസ് സിറാത്ത്, അല്ലാഹു സിറാത്തുൽ മുസ്തഖീമിലാക്കണേ, അത് പറഞ്ഞു നിർത്തിയോ? ഇല്ല. തൊട്ടുടനെ അള്ളാഹു പറഞ്ഞു, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹു ഇത് നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞതിൽ പല ഉപകാരങ്ങളുണ്ട്. അതിലൊന്ന്, നീ സത്യത്തിനു മുകളിൽ നിൽക്കുമ്പോൾ ഏകാന്തത അനുഭവിക്കാതിരിക്കാനാണ്. അള്ളാഹുവെ, ഞാൻ ഈ നിൽക്കുന്ന മാർഗം നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്. ഇപ്പോൾ എന്നോടൊപ്പം ഒരാളുമില്ലെങ്കിലും ഈ വഴിയിലൂടെ കുറച്ചാളുകൾ മുൻപ് നടന്നുപോയിട്ടുണ്ട്, ഞാൻ ഒരിക്കൽ അവിടെ എത്തും. അപ്പോൾ എനിക്ക് ഏകാന്തതയൊക്കെ നീങ്ങിക്കിട്ടും. അള്ളാഹു പറഞ്ഞതുപോലെ, വഹസുന ഉലൈക റഫീഖ, അവരെത്ര നല്ല കൂട്ടുകാരാണ്. കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞാൽ ഇനി അവസാനം കാണാനിരിക്കുന്നത് നല്ല കൂട്ടുകാരെയാണ് ഇൻഷാ അള്ളാഹ്. വന്നബി ലൈസ മഅഹു അഹദ്, ഒരു നബി അദ്ദേഹത്തോടൊപ്പം ഒരാളുമില്ല. ഇദ് റുഫിഅ ലി സവാദുൻ അദീം, അങ്ങനെ ഓരോ നബിമാരെയും കാണിക്കുന്നതിനിടയിൽ ഇദ് റുഫിഅ ലി സവാദുൻ അദീം, വലിയ ഒരു ജനസഞ്ചയത്തെ എനിക്ക് കാണിക്കപ്പെട്ടു, വലിയൊരു ജനസഞ്ചയം. ഫളനന്തു അന്നഹും ഉമ്മത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചു ഇവർ എൻ്റെ ഉമ്മത്താണ്, ഇത്രയധികം ആളുകൾ, ഇവർ എൻ്റെ ഉമ്മത്താണ്. ഫഖീല ലി ഹാദാ മൂസ വഖൗമുഹു, അപ്പോൾ എന്നോട് പറയപ്പെട്ടു ഇത് മൂസയും അദ്ദേഹത്തിൻ്റെ ജനതയുമാണ്. ബനൂ ഇസ്രായേലുകാർ ധാരാളം ഉണ്ടായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ പിൻപറ്റിയവർ ധാരാളം ഉണ്ടായിരുന്നു. ഹാദാ മൂസ വഖൗമുഹു, ഇത് മൂസയും അദ്ദേഹത്തിൻ്റെ ജനങ്ങളുമാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ പലയിടത്തും അള്ളാഹു പറഞ്ഞത് ബനൂ ഇസ്രായേലുകാരോട്, യാ ബനി ഇസ്രായീൽ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ. ബനൂ ഇസ്രായേലുകാരെ, നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്ന അനുഗ്രഹം നിങ്ങൾ ഓർക്കുക, ലോകർക്കുമേൽ ഞാൻ നിങ്ങൾക്ക് ശ്രേഷ്ഠത നൽകി. എപ്പോൾ? മൂസാ നബിയുള്ള കാലത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം ഏറ്റവും നല്ല ഉമ്മത്ത് ഏതാണ്? കുൻതും ഖൈറ ഉമ്മ, നമ്മളാണ്, മുസ്ലിമീങ്ങളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയവരാണ്. അൽഹംദുലില്ലാഹ്. ഫളനന്തു അന്നഹും ഉമ്മത്തി, ഞാൻ വിചാരിച്ചു ഇവരായിരിക്കും എൻ്റെ ഉമ്മത്ത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ദൂരെ നിന്നാണ് കാണുന്നത്, വ്യക്തികളെ കാണാനില്ല. ഫനദർതു ഫഇദാ സവാദുൻ അദീം, അപ്പോൾ എനിക്ക് മറ്റൊരു വലിയ ജനസഞ്ചയത്തെ കാണിക്കപ്പെട്ടു. ചില റിവായത്തുകളിൽ കാണാം അത് മുൻപുള്ളതിനേക്കാൾ വലുതാണ്. ചില ഹദീസുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നീ ചക്രവാളത്തിലേക്ക് നോക്കുക, ചക്രവാളം നിറയെ ജനങ്ങൾ.
അവിടുത്തെ വലതും ഇടതുമെല്ലാം ജനങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഫഖീല ലി ഹാദിഹി ഉമ്മതുക്, എന്നോട് പറയപ്പെട്ടു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇത് താങ്കളുടെ ഉമ്മത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയവരാണ്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തിൽ ജനിച്ചു എന്നത് വലിയ നിഅമത്താണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് വലിയ ഹക്കുണ്ട്, ബാധ്യതയുണ്ട്. അവിടുത്തെ ദുആകൾ നമ്മുടെ പലരുടെയും ഹിദായത്തിന് കാരണമാണ്. അതുകൊണ്ട് ധാരാളം തവണ ദുആ ചെയ്തിട്ടുണ്ട്, ഈ ഉമ്മത്തിലെ ആളുകൾ വർദ്ധിക്കാൻ, ഈ ഉമ്മത്തിലെ ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കാൻ, ഈ ഉമ്മത്തിലെ വിധിവിലക്കുകളിൽ എളുപ്പമുണ്ടാകാൻ അവിടുന്ന് പലതവണ ദുആ ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ പുറമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞതുപോലെ ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ നബിമാർക്കും ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അവരെല്ലാം അവരുടെ ദുനിയാവിൽ അവരത് പ്രാർത്ഥിച്ചു കഴിഞ്ഞിരിക്കുന്നു. വഖ്തബഅതു ദഅവതി ശഫാഅതൻ ലിഉമ്മതി, എൻ്റെ പ്രാർത്ഥന ഞാൻ എൻ്റെ ഉമ്മത്തിനു വേണ്ടി പരലോകത്ത് ശഫാഅത്തിനായി എടുത്തു വച്ചിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ദുനിയാവിൽ, അപ്പോഴൊന്നും അവിടുന്ന് ഈ ദുആ ഉപയോഗപ്പെടുത്തിയില്ല. എൻ്റെ ഉമ്മത്തിനു വേണ്ടി ഞാനിത് പരലോകത്തേക്കായി ശഫാഅത്തിനായി എടുത്തു വച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേടുള്ള ഹക്ക് വളരെ വലുതാണ്. അപ്പോൾ ചില ആളുകൾ അവിടുത്തേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാതിരിക്കുക എന്നത്, അവിടുത്തെ പേര് കേൾക്കുമ്പോൾ അവിടുത്തേക്ക് വേണ്ടി സ്വലാത്തും സലാമും പറയാതിരിക്കുക എന്നത് എത്ര മോശമായ കാര്യം എന്നാലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ അവിടുന്ന് ആക്ഷേപിക്കപ്പെടുമ്പോൾ അവിടുത്തേക്ക് വേണ്ടി യാതൊരു പ്രയാസവും ഹൃദയത്തിൽ ഉണ്ടാകാതിരിക്കുക, ഒരു വിരൽ പോലും അനക്കാതിരിക്കുക എന്നത് എത്ര മോശമായ കാര്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു എൻ്റെ ഉമ്മത്താണിത് എന്നോട് പറയപ്പെട്ടു. മാത്രമല്ല എന്നോട് പറഞ്ഞു വമഅഹും 70,000 യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്. ഈ പറഞ്ഞവരോടൊപ്പം 70,000 ആളുകൾ ഇനി വേറെയുമുണ്ട്. യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്, അവർ ഒരു വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ പ്രവേശിക്കുന്നവരാണ്. ഈ പറഞ്ഞ ആളുകൾ അവരുടെ കൂട്ടത്തിലാണോ അവരുള്ളത്? അല്ല, ഈ 70,000 പുറത്താണ്, അവരിതില്ല. ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ്. എന്നാൽ വമഅഹും, ഇവരോടൊപ്പം ഇനിയുണ്ട് 70,000 70,000 ആളുകൾ. യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്, അവർ ഒരു വിചാരണയുമില്ലാതെ, ഒരു അദാബുമില്ലാതെ, ഒരു ശിക്ഷയുമില്ലാതെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഒക്കെ നിങ്ങൾ തൗഹീദ് പൂർത്തീകരിച്ചവർക്കുള്ള പ്രതിഫലമാണിത്. തൗഹീദ് പൂർത്തീകരിച്ചവർ, നിങ്ങൾ സഹോദരങ്ങളെ, അവരുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കും. അവരുടെ ഹയാത്ത്, ജീവിതം ത്വമഅനീനത്തിലാണ്, സമാധാനത്തിലാണ്. തൗഹീദ് പൂർത്തീകരിച്ചവനേക്കാൾ റാഹത്തുള്ള മറ്റൊരാളെയും നിനക്ക് കാണാൻ സാധിക്കില്ല. ഭൂമി കുലുങ്ങിയാലും അവന് യാതൊരു മാറ്റം ഉണ്ടാവില്ല, അവൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കും. തൗഹീദുള്ളവൻ അത്ഭുതമാണ് അവൻ്റെ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അജബൽ ലി അംറിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, മുഅ്മിനിൻ്റെ കാര്യം അത്ഭുതമാണ്, അവൻ്റെ എല്ലാ കാര്യവും നന്മയാണ്. ഇൻ അസ്വബതു ശർറ ശക്കറ ഫകാന ഖൈറൻ ലഹ്, നന്മയുണ്ടായാൽ അവൻ ശുക്ർ ചെയ്യും, അപ്പോൾ അത് ഖൈറായി. വഇൻ അസ്വബതു ദർറ സബർ ഫകാന ഖൈറൻ ലഹ്, അവന് പ്രയാസമുണ്ടെങ്കിൽ ക്ഷമിക്കും, അപ്പോഴും അവന് ഖൈറായി. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലൈസ ദാക ഇല്ല ലിൽ മുഅ്മിൻ, അത് മുഅ്മിനല്ലാതെ ലഭിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, തൗഹീദ് പൂർത്തീകരിച്ചവൻ്റെ ഹൃദയത്തിലെ റാഹത്ത് അത്ഭുതപ്പെടുത്തുന്നതാണ്. അവൻ എന്ത് ദുനിയാവിൽ സംഭവിച്ചാലും കുലുങ്ങില്ല. നമ്മുടെ സഹോദരങ്ങൾ, തൗഹീദ് പൂർത്തീകരിക്കുക, കൂടുതൽ അല്ലാഹുമായി അടുക്കുക, റബ്ബിൻ്റെ അടുത്തേക്ക് അവനോടുള്ള സാമീപ്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുക. അള്ളാഹുവിൽ നിൻ്റെ ഏകാന്തതയെ നീ ഇല്ലാതെയാക്കുക. റബ്ബുമായി ഏകാന്തമായി ഇരിക്കുന്ന സമയങ്ങൾ ഉണ്ടാകുക. അവൻ്റെ കലാമിൽ ഭംഗി കണ്ടെത്തുക. മുഅ്മിനീങ്ങൾ അവരുടെ ഹയാത്ത് റാഹത്തിലാണ്. മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ ലൗ അലിമ السلاطين والملوك والأغنياء ما في قلوبنا من الراحة والطمأنينة لجالدون عليه بالسيوف. രാജാക്കന്മാരും ഭരണാധികാരികളും സുൽത്താൻമാരും സമ്പന്നരും ഞങ്ങളുടെ ഹൃദയത്തിലുള്ള സമാധാനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു എങ്കിൽ അത് കിട്ടാൻ വേണ്ടി ഞങ്ങളെ ചാട്ടവാർ കൊണ്ട് തല്ലുമായിരുന്നു.
ഇതൊന്ന് കൊടുക്കാൻ വേണ്ടി. റാഹത്ത്, സുബ്ഹാനല്ലാഹ്, റാഹത്ത് അത്ഭുതമാണ്. നിങ്ങൾ ചിലപ്പോൾ മസ്ജിദ് നബവിയിലോ മസ്ജിദുൽ ഹറമിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചില മസ്ജിദുകളിലോ പ്രവേശിച്ചാൽ സാധാരണക്കാരനായ ഒരു മുസ്ലിമിനെ കാണാം. ചിലപ്പോൾ അവൻ്റെ ഇപ്പോൾ കുറച്ചേരം ഇരുന്നാലാണ് അവനോട് കുറച്ചേരം സംസാരിച്ചാൽ ഭയങ്കര സന്തോഷമുള്ള ഭയങ്കര നല്ല സ്വഭാവമുള്ള മനുഷ്യനായി അറിയും. കുറച്ചധികം അവനുമായി ഇടപഴകിയാൽ ചിലപ്പോൾ നമുക്ക് മനുഷ്യൻ്റെ വീട്ടിലാകെ പ്രയാസങ്ങളുണ്ട്, പരീക്ഷണങ്ങളുണ്ട്, ചിലപ്പോൾ രോഗങ്ങളുണ്ട്, പക്ഷേ യാ അല്ലാഹ് അജബ്, അവനെ നോക്കിയാൽ അവനെ പോലെ റാഹത്തുള്ള മനുഷ്യന്മാരുണ്ടാവില്ല. അവൻ്റെ നിസ്കാരം കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടും, അവൻ്റെ ഖുർആൻ പാരായണം കണ്ടാൽ അത്ഭുതപ്പെടും, അവൻ്റെ ചിരി കണ്ടാൽ അത്ഭുതം. ഈ മനുഷ്യൻ തന്നെയാണ് ചിരിക്കുന്നത്, നമ്മൾ അത്ഭുതപ്പെടും. മുഅ്മിൻ അവൻ്റെ ജീവിതം റാഹത്തിലാണ്, അവൻ്റെ മരണമോ അതേക്കാൾ വലിയ റാഹത്തിലാണ്. മരിക്കുന്ന സമയത്ത് അവൻ കാണുന്നത് മലക്കുകളെ. അവർ പറയുന്നു യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ അവനോട് പറയും യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവ്, ഇർജിഇ ഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്ക് മടങ്ങിക്കൊള്ളൂ, റാദിയതൻ മർദിയ, നീ തൃപ്തിയുള്ളവനായിക്കൊണ്ട് അള്ളാഹു നിനക്ക് നൽകുന്നതിൽ നീ തൃപ്തിപ്പെടും, അള്ളാഹു നിന്നെ തൃപ്തിപ്പെട്ട നിലയിൽ. സുബ്ഹാനല്ലാഹ്, മരിക്കുമ്പോൾ റാഹത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതുപോലെ ഫിർ അഅല, ഉന്നതരായ കൂട്ടുകാരോടൊപ്പം. അതാണ് മരണം. സുബ്ഹാനല്ലാഹ്, അതാണ് മരണം. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഖബറിലേക്കുള്ള യാത്ര സന്തോഷത്തിൻ്റെതാണ്. ഖദ്ദിമൂനി, എന്നെ നിങ്ങൾ കൊണ്ടുപോകൂ, അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ. അവൻ്റെ ആ സംസാരം മനുഷ്യരല്ലാത്ത എല്ലാവരും കേൾക്കും. ഖബറിലുള്ള അവൻ്റെ ജീവിതം അത്ഭുതമാണ്. റൗദത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗത്തിലെ പൂന്തോപ്പുകളിൽ ഒന്നാണ്. ഇഫ്തഹു ലഹു ബാബൻ മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നൊരു വാതിൽ അവന് തുറന്നു കൊടുക്കൂ. അതുപോലെ തന്നെ അവന് സ്വർഗ്ഗത്തിലെ സുഗന്ധം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖബറിൽ അവൻ്റെ ജീവിതം റാഹത്തിലാണ്. അവനെ സംബന്ധിച്ചിടത്തോളം മഹ്ശറിലേക്ക്, ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് മഹ്ശറിലേക്ക് പോകുന്നതും സന്തോഷത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതുപോലെ കൽ വുഫൂദി അലാ നൂഖിൻ ലം തറൽ ഖലായിഖു മിസ്ലഹ, നിവേദക സംഘങ്ങളെ ആനയിച്ചു കൊണ്ടുവരുന്നത് പോലെ ഇന്നുവരെ മനുഷ്യരാരും കാണാത്ത രൂപത്തിലുള്ള ഒട്ടകപ്പുറങ്ങളിൽ ഇരുന്നു കൊണ്ടായിരിക്കും അവർ മഹ്ശറിലേക്ക് വരുന്നത്. നിങ്ങൾ നിവേദക രാജാക്കന്മാർ, ഭരണാധികാരികളെ കാണാൻ വേണ്ടി വലിയ വലിയ നിവേദക സംഘങ്ങൾ വരുന്നത് കണ്ടിട്ടില്ലേ? ഒരു പ്ലെയിൻ ഇറങ്ങുമ്പോഴത്തേന് ആൾക്കാരെ കാത്തിരിക്കാൻ റെഡി, ഇങ്ങനെ തയ്യാറായി അവരെ സ്വീകരിക്കാൻ വേണ്ടി. കൽ വുഫൂദ്, നിവേദക സംഘങ്ങൾ പോലെ ആദരവോടുകൂടിയാണ് അവരെ കൊണ്ടുപോകുന്നത് മഹ്ശറിലേക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം മഹ്ശറിലെ അവരുടെ നൃത്തം വളരെ എളുപ്പമുള്ളതാണ്. ഹദീസിൽ വന്നതുപോലെ ലാ യകൂനു ഇല്ലാ ഖദ്റ മാ ബൈന അസ്സുഹ്രി വൽ അസ്ർ, ദുഹറിനും അസ്റിനും ഇടയിലുള്ള സമയം പോലെയല്ലാതെ അവർക്കത് അനുഭവപ്പെടുകയില്ല. കുറച്ച് സമയം, മഹ്ശറിലെ നൃത്തം കുറച്ച് സമയത്തേക്കാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബത്തെ കാണുക എന്നത് അവർക്ക് സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അവൻ തൻ്റെ കിതാബുമായി അവരിലേക്ക് തിരിച്ചു ചെല്ലുന്നു. ഹാ ഉഖ്റഉ കിതാബിയ, എൻ്റെ കിതാബ് നിങ്ങൾ വായിച്ചു നോക്കൂ എന്നാണ് അവൻ പറയുന്നത്. അവൻ തൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് എല്ലാ സന്തോഷത്തോടു കൂടിയുമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശഫാഅത്ത്, അവരുടെ ശുപാർശ അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകരിക്കുന്നതാണ്. സൃഷ്ടികൾക്ക് മുൻപിൽ അവരത് ആദരിക്കപ്പെടുന്നു. നോക്കൂ നിങ്ങൾ, ദുനിയാവിൽ അവർ ജീവിക്കുന്ന സന്ദർഭത്തിൽ അവർ ചിലപ്പോൾ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ തന്നെ കാണാം, ജനങ്ങളിൽ ചിലരുണ്ട് അവർ വാതിലുകൾ മുട്ടിയാൽ അത് തുറക്കപ്പെടുകയില്ല. അവർ വന്നിരുന്നാൽ ആളുകൾ അവർക്ക് വേണ്ടി സ്ഥലം മാറിക്കൊടുക്കുകയില്ല. ജനങ്ങൾക്കിടയിൽ അവൻ പാവപ്പെട്ടവനായി ജീവിച്ചു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ തിൽക ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദ, സ്വർഗ്ഗം നാം ഒരുക്കി വെച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദ്, ഭൂമിയിൽ ഔന്നത്യം നടിക്കാൻ ഉദ്ദേശിക്കാത്തവർക്കാണ്. വലാ ഫസാദ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിച്ച് സമാധാന ചിത്തരായ റാഹത്തിൽ ജീവിക്കുന്ന ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നു. അവർക്കതാ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുന്നു. അവർ ആ തണലിലാണ് നിൽക്കുന്നത്. അവർ കുടിക്കുന്നത് ഹൗദിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ ശരിബ മിൻഹു ലം യദ്മ അബദ, ഒരിക്കൽ കുടിച്ചാൽ പിന്നെ അവന് ദാഹമില്ല, പിന്നെ ഒക്കെ ആസ്വദിക്കാനുള്ള കുടിയൻ.
പിന്നെ കുടിക്കുന്നതൊക്കെ ആസ്വദിക്കലാണ്. അവരുടെ സങ്കേതം അവർ വന്നണയുന്നത് സ്വർഗത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങൾക്ക് ഒരുക്കി വെച്ച അവൻ്റെ വാഗ്ദാനമായ സ്വർഗത്തിലേക്കാണ്. അവരുടെ കണ്ണുകൾ അവർ തിരിച്ചു വച്ചിരിക്കുന്നത് അവരുടെ റബ്ബിലേക്കാണ്. ഉജൂഹുഹും യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അവരുടെ മുഖങ്ങൾ അന്നേ ദിവസം പ്രകാശിക്കുന്നു. അവരുടെ കണ്ണുകൾ അത് അള്ളാഹുവിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ റബ്ബിനെയാണ് അവർ കാണുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് സുബ്ഹാനല്ലാഹ്, ഇതാണ് വിജയം. ഇതാണ് വിജയം. ദുനിയാവും ലഭിച്ചു, ആഖിറവും ലഭിച്ചു. ഇതാണ് വിജയം. ഇതിനു വേണ്ടി പണിയെടുക്കുക, ഇതിനു വേണ്ടി പണിയെടുക്കുക സഹോദര. അതിനുള്ള ഒന്നാമത്തെ കവാടം തൗഹീദാണ്. ഒന്നാമത്തെ വാതിൽ തൗഹീദാണ്. ثم نهض فدخل منزله فخاض الناس في أولئك فقال بعضهم فلعلهم الذين صحبوا رسول الله صلى الله عليه وسلم وقال بعضهم فلعلهم الذين ولدوا في الإسلام ولم يشركوا بالله شيئا وذكروا أشياء فخرج عليهم رسول الله صلى الله عليه وسلم فأخبروه فقال هم الذين لا يسترقون ولا يكتوون ولا يتطيرون وعلى ربهم يتوكلون. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 70,000 ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും വിചാരണയില്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് സുമ്മ നഹദ, അവിടുന്ന് എഴുന്നേറ്റ് പോയി. സഹാബികൾ അവർ ഖൈറിനോട് വലിയ താല്പര്യമുള്ളവരായിരുന്നു. നമ്മൾ ചിലർ ഇങ്ങനത്തെ ഹദീസ് കേട്ടാൽ നമ്മളെന്താ ചെയ്യും? അതൊക്കെ ഇപ്പം നമുക്ക് എന്തായാലും നടക്കൂല, നമ്മളൊന്നും ഇപ്പം എന്തായാലും അതിലുണ്ടാവില്ല. 70,000 ആൾക്കാർ ഞാനിപ്പോൾ ഇത് ചെയ്തിട്ട് എവിടെ എത്താൻ? അവരവിടെ നിന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ് എഴുന്നേറ്റ് പോയപ്പോൾ ഫഖാദൻ നാസു ഫി ഉലൈക, ഈ 70,000 ആളുകൾ ആരായിരിക്കും എന്നതിൽ അവർ ചർച്ച തുടങ്ങി. സഹാബികൾ അങ്ങോട്ട് സംസാരിക്കാം, ഈ 70,000 എങ്ങനെ പെടും? നോക്കൂ, അതാണ് അവരുടെ ഹെറസ്, അവരുടെ താല്പര്യം, ആവേശം. അതുകൊണ്ടാണ് അവർ നമ്മെ കവച്ചു വെച്ചത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബികളോട് അവിടുന്ന് പറഞ്ഞതായി കാണാം, ലൗ തറക്തും മിഅ്ശാറ മാ ഉമിർതും, നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്നതിൻ്റെ 10 ഉപേക്ഷിച്ചാൽ നിങ്ങൾ വിജയിക്കുകയില്ല. സഹാബികളോട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ശേഷം ഒരു ഖൗം വരും, അവർ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടതിൻ്റെ 10 ചെയ്താൽ അവർ വിജയിക്കും. പിൽക്കാലക്കാർ അവർക്ക് അല്ലാഹു ഇളവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിൽക്കാലക്കാർ അവർക്ക് കാര്യങ്ങൾ പ്രയാസത്തിലാകുമ്പോൾ അവർക്ക് ഇളവുകളുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, എന്നിട്ട് നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾ ചെയ്യുന്ന അമലുകളുടെ അവസ്ഥ എന്താ? ഉള്ള അമലിലെ ഇഖ്ലാസിൻ്റെ കാര്യം എന്താ? അതിൽ തന്നെ മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന കാഴ്ചപ്പാടും മറ്റൊക്കെ എടുത്തു വയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ എത്രമാത്രമാണ്. ഇത് പരിഹരിക്കണം. അതുകൊണ്ടാണ് തൗഹീദുള്ളവരെ, നിങ്ങൾ ഒരിക്കലും തൗഹീദിൻ്റെ ആദ്യത്തെ പടിയിൽ ചവിട്ടി അവിടെ നിൽക്കരുത്. മുന്നോട്ട് നടക്കൂ, മുന്നോട്ട് പോകൂ, പണിയെടുക്കൂ, ഇനിയും എത്തിപ്പിടിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഈ അധ്യായം വളരെ മനോഹരമായ അധ്യായമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് വായിക്കണം. തൗഹീദ് നിർത്തരുത്, ഇത് പഠിക്കുക, മുന്നോട്ട് പോകണം. മുന്നോട്ട് ചവിട്ടിക്കൊണ്ട് ചില ആൾക്കാർ കുറച്ചെങ്ങ് കയറും, ആദ്യത്തിൽ ഭയങ്കര ആവേശം, പിന്നെ ആളെ കാണൂല. ഇട്ടെറിഞ്ഞു പോകരുത്, നിങ്ങൾ ഇതിൽ മുന്നോട്ട് പോകും. അവിടുന്ന് എഴുന്നേറ്റ് വീട്ടിൽ പ്രവേശിച്ചു, അവിടുത്തെ വീട്ടിലേക്ക് കയറിപ്പോയി. ജനങ്ങൾ ഈ പറഞ്ഞ ആളുകൾ ആരാണ് എന്നതിനെക്കുറിച്ചുള്ള ചർച്ച ആരംഭിച്ചു സഹാബികൾ. ഫഖാല ബഅ്ദുഹും, അവരിൽ ചിലർ പറഞ്ഞു, ഫലഅല്ലഹുമുല്ലദീന സഹിബൂ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിൽ ചില ആളുകൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹ്ബത്ത് ലഭിച്ച ആളുകളായിരിക്കും ഇവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കുകയും അവിടുത്തെ സഹായിക്കുകയും അവിടുത്തെ പിന്തുണക്കുകയും ശത്രുക്കളിൽ നിന്ന് അവിടുത്തെ പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്യും സഹാബികൾ. അവരായിരിക്കും ഈ പറയുന്ന ആളുകൾ. ചില ആളുകളുടെ അഭിപ്രായം അതായിരുന്നു. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? സഹാബികൾക്ക് എന്തുമാത്രം ശ്രദ്ധതയുണ്ട് എന്ന കാര്യം അവർക്കറിയാമായിരുന്നു. സഹാബത്ത്, അതിന് സുഹ്ബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
സുഹബത്ത് ലഭിക്കുക എന്നത് അവർ വലിയ ശ്രദ്ധതയുള്ള കാര്യമായി കണ്ടിരുന്നു. വഖാല ബഅ്ദുഹും, വേറെ ചില ആളുകൾ പറഞ്ഞു, ഫലഅല്ലഹും الذين ولدوا في الاسلام ولم يشركوا بالله شيئا. വേറെ ചില ആളുകൾ പറഞ്ഞു, അവരായിരിക്കില്ല, അവർ ചിലപ്പോൾ നമ്മുടെ മക്കളായിരിക്കും. കാരണം നമ്മുടെ മക്കൾ അവർ ജനിച്ചത് മുസ്ലിം ആയിക്കൊണ്ടാണ്. അതോടൊപ്പം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും ചെയ്തു. നമ്മളാകട്ടെ ശിർക്കും ജാഹിലിയത്തും ഒക്കെ കാണുകയും അതിൽ ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. ശിർക്കും ജാഹിലിയത്തും ഒന്നും അനുഭവിക്കാതെ ഇസ്ലാമിൽ തന്നെ ജനിച്ചു വീണവരായിരിക്കാം ഈ പറഞ്ഞവർ. സാന്ദർഭികമായി ഞാൻ പറയട്ടെ, ഇസ്ലാമിൽ ജനിക്കുക എന്നത് മഹത്തരമായ അനുഗ്രഹമാണ്. ചില ആളുകൾ ചിലപ്പോൾ ഇസ്ലാം സ്വീകരിക്കുകയും പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ഇസ്ലാം സ്വീകരിക്കുകയൊക്കെ ചെയ്ത ആളുകളെ കാണുമ്പോൾ ചിലപ്പോൾ അവർ പറയും, ഹേയ് അവനൊക്കെ കാണുമ്പോൾ ഞാനിതിൽ തന്നെ ജനിച്ചല്ലോ, ഞാനിപ്പോൾ എന്താ അനുഭവിച്ച്. ശരി, അത് നീ ഇസ്ലാമിനു വേണ്ടി പ്രയാസം അനുഭവിച്ചിട്ടില്ല എന്ന നിലക്കാണ് നീ പറയുന്നത് എങ്കിൽ അതിലർത്ഥമുണ്ട്. എന്നാൽ ഇസ്ലാമിൽ ജനിച്ചു എന്നത് ഒരു അനുഗ്രഹമല്ല എന്ന രൂപത്തിലാണ് നീ അത് പറയുന്നത്, തെറ്റാണ്, പാടില്ല. മുസ്ലിമായി ജനിക്കുക എന്നുള്ള നിഅമത്താണ്. അൽഹംദുലില്ലാഹ്, തൗഹീദിൽ തന്നെ ജനിക്കുക. ശിർക്ക് ഒരു ദിവസം പോലും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. ഈ നജ്സ് വൃത്തികേട് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അനുഭവിക്കേണ്ടി വരും. അല്ലാത്ത ഒരാൾ സുജൂദ് ചെയ്തു പോയി എന്നത്, അല്ലാത്ത ഒരാൾ പ്രാർത്ഥിച്ചു പോയി എന്നുള്ളത് നമ്മളെ മനസ്സിൽ നമുക്ക് ഉണ്ടാക്കുന്ന പ്രയാസം എത്ര വലുതായിരിക്കും, എത്ര വലിയ തെറ്റാണത്. ഇപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ വ്യഭിചാരത്തിൽ വീണുപോയി, അയാൾ പിന്നെ തൗബ ചെയ്താൽ അയാൾക്ക് സന്തോഷമാണുള്ളത് അല്ല ദുഃഖമാണുള്ളത്? ദുഃഖമാണുള്ളത്. എന്തുകൊണ്ട്? റബ്ബേ ഞാനിൽ വീണുപോയല്ലോ. ശിർക്കിൽ വീണുപോയി എന്നത് ഒരിക്കലും എന്തല്ല, ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ് ഇസ്ലാമിൽ ജനിച്ചു. ഇസ്ലാമിൽ ജനിച്ചാൽ മുസ്ലിമാകാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരെ കാണുമ്പോൾ അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. അതൊക്കെ ഈ പറഞ്ഞതിലൊന്നും ഒരു കുറവുമില്ല. ഒക്കെ വളരെ മുസ്ലിങ്ങൾ കുറവ് വരുത്താൻ പാടില്ലാത്ത കാര്യമാണ്. മുസ്ലിമായ ഒരാൾ, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ, കാരണം ഇക്കണ്ട പരീക്ഷണങ്ങൾക്കൊക്കെ ഇടയിൽ ഒരാൾ മുസ്ലിമായി വരാമെന്ന് പറഞ്ഞാൽ അത് വലിയ ജിഹാദാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വലിയ പ്രവർത്തനമാണ്. അവനെ ബഹുമാനിക്കണം, അവനെ ആദരിക്കണം. അവന് വലിയ പദവിയുണ്ട്, അവന് വലിയ പരിഗണനയുണ്ട്. പക്ഷേ നിനക്ക് അള്ളാഹു ലഭിച്ച നിഅമത്തിനെ നീ തള്ളി പറയരുത്. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം അത് നീ എടുത്തു പറയാം. അപ്പോൾ അവർ പറഞ്ഞു, ഇസ്ലാമിൽ ജനിച്ച ആളുകളായിരിക്കാം ഇത്. അവരൊരിക്കലും ശിർക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾ അവിടെ അവർ പറഞ്ഞു നോക്കൂ, വലം യുശ്രികൂ ബില്ലാഹി ഷൈഅൻ. അവർ ഇതുവരെ ശിർക്ക് ചെയ്തിട്ടില്ല. അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് ഈ ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവർ അവരോട് മാത്രമല്ല അതിക്രമം ചെയ്യുന്നു, അവരുടെ മക്കളോടും കൂടിയാണ്. അതിനും കൂടി നാളെ പരലോകത്തൊരു ചോദ്യം ചെയ്യുന്ന. ഇസ്ലാമിൽ ജനിച്ചിട്ട് ഈ ജാതി ശിർക്കും ഖുറാഫാത്തുമായിട്ട് നടക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിച്ചോളും. അവനവൻ്റെ മക്കൾ, മുസ്ലിമായി ജനിച്ച മക്കൾ, അവരെ ഈ പറഞ്ഞ വൃത്തികേടിലേക്ക് വലിച്ചഴച്ചതിന് നിങ്ങൾ നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. വദകറു അഷ്യാ, അവർ വേറെയും ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. ഫഖറജ അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ തിരിച്ചു വന്നു. ഫഖ്ബറൂഹു, അപ്പോൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബി എങ്ങനെ പറഞ്ഞു, നിങ്ങൾ പോയില്ലേ, ഞങ്ങളിവിടെ ചർച്ചയിലാണ്, എന്താണ് ഈ പറഞ്ഞ കാര്യം, ആർക്കാണ് ഇപ്പോൾ ഈ 70,000 ആളുകൾ, അവരാരാണ് എന്നറിയാൻ വേണ്ടി. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് പറഞ്ഞു കൊടുത്തു ഇവരാരാണ്. അവിടുന്ന് പറഞ്ഞു, ഹുമുല്ലദീന ലാ യസ്തർഖൂന വലാ യക്തഊന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. കിതാബിൽ ഈ പറഞ്ഞതാണുള്ളത്. ശരിക്കും ഹദീസിൽ ഒരു പദം കൂടി കൂടുതലായി ഉണ്ട്, വലാ യതതയ്യറൂൻ, അങ്ങനെ കൂടിയുണ്ട്. ഹുമുല്ലദീൻ, ഈ പറഞ്ഞ ആളുകൾ ആരാണ്? ഇനി പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഗുണം ലാ യസ്തർഖൂൻ, അവർ മറ്റൊരാളോട് റുഖിയ ചെയ്തു തരാൻ, മന്ത്രിക്കാൻ ആവശ്യപ്പെടുകയില്ല. ഈ പറഞ്ഞത് ഇത് അത്രയും പറഞ്ഞത് എന്തുകൊണ്ടാണ് അത്രയും പറഞ്ഞത്? തുടക്കത്തിൽ അദ്ദേഹം വിഷബാധ ഏറ്റപ്പോൾ മറ്റൊരാളോട് മന്ത്രിച്ചു തരാൻ ആവശ്യപ്പെട്ടു. അപ്പം നിനക്ക് ഈ പറഞ്ഞ ശ്രേഷ്ഠത നീ നഷ്ടപ്പെടുത്തരുത് എന്ന് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുന്നത്. സഈദ് ഇബ്നു ജുബൈർ അദ്ദേഹം ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുന്നത്, നിനക്ക് ഈ ശ്രേഷ്ഠത നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നീ ഇനി ഒരാളോട് മന്ത്രിക്കാൻ ചോദിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കാം. ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, ഇങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാരാണ്? ലാ യസ്തർഖൂൻ, അവർ മന്ത്രിച്ചു തരാൻ മറ്റൊരാളോട് ആവശ്യപ്പെടുകയില്ല. വലാ യക്തഊൻ,
അതുപോലെ തന്നെ അവർ രോഗം ബാധിച്ചാൽ ചൂട് വെച്ച് ചികിത്സിക്കുകയില്ല. കൈ എന്ന ചികിത്സ, കൈ എന്നത് അറബിയിലെ പദമാണ്, ഇക്തിവ കൈ എന്നൊക്കെ പറയും. വലാ യക്തവൂൻ, അവർ ചൂട് വെക്കുകയില്ല. ചൂടൊക്കെ ചെയ്യുന്നത് ഇവിടെ ആരെയും അറിയുമെന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ യുദ്ധങ്ങളിൽ ആളുകൾ പരിക്കേറ്റ് കഴിഞ്ഞാലും മറ്റൊക്കെ എന്ത് ചെയ്യും, വാള് ചൂടാക്കി തീയിൽ വെച്ച് ചൂടാക്കിയിട്ട് അത് മുറിവിൻ്റെ മേലെ വെച്ച് ഉണക്കും, കരിച്ചു കളയും. അപ്പോൾ മുറിവ് കൂടും, രക്തം വരുന്നത് നിൽക്കും. ഇങ്ങനെ ചൂട് വെച്ച് മുറിവ് ഉണക്കുകയോ അതല്ലെങ്കിൽ നരമ്പിൽ നിന്ന് രക്തം വരുമ്പോൾ അത് ഉണക്കാൻ വേണ്ടിയോ മറ്റോ ചൂട് വെക്കുന്ന രീതിയുണ്ട്. അതാണ് ഇക്തിവ എന്ന് പറഞ്ഞു. വലാ യക്തവൂൻ, അവർ ചൂട് വെച്ച് ചികിത്സിക്കുകയില്ല. കിതാബിലില്ല, പക്ഷേ ഹദീസിലുണ്ട്. വലാ യതതയ്യറൂൻ, അവർ ശകുനം നോക്കുകയില്ല. ശകുനം നോക്കുക എന്ന് പറഞ്ഞാൽ നീ തീരുമാനിച്ചിറങ്ങിയ ഒരു കാര്യത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം കണ്ടതിൻ്റെ പേരിൽ പിന്തിരിഞ്ഞു പോയാൽ അതാണ് ശകുനം നോക്കുക. തീറത്ത് എന്ന് പറയാം. വണ്ടിയിൽ എവിടെയെങ്കിലും യാത്ര പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റി പുറത്തിറങ്ങി ഒരു പൂച്ച അങ്ങ് ചാടിപ്പോയി, ഇനിയിപ്പോൾ ഇറങ്ങിയാൽ ശരിയാവില്ല, തിരിച്ചെന്നെ കയറി. പൂച്ച ഈ പറഞ്ഞ ഓനെ കുറിച്ചിട്ട് വല്ലതും ചിന്തിച്ചിട്ടാണോ പൂച്ച നടക്കുന്നത്? ഇതാണ് തീറത്ത് എന്ന് പറഞ്ഞ. അറബികൾക്ക് ഇതിൽ പല രൂപങ്ങളുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് കിതാബ് തീറത്തിൻ്റെ ഒരു അധ്യായം തന്നെ വരാനാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, ഈ പറഞ്ഞതിനെല്ലാം ഉൾക്കൊള്ളുന്ന ഈ പറഞ്ഞ 3 കാര്യം, ശകുനം നോക്കില്ല, ചൂടുവെക്കുകയില്ല, മറ്റൊരാളോട് മന്ത്രിച്ച് നൽകാൻ ആവശ്യപ്പെടില്ല, ഈ പറഞ്ഞ 3നും അവരെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ്? വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരാണ്. തവക്കുലുള്ളത് കൊണ്ടാണ് വേറൊരാൾ ചോദിക്കാത്തത്. തവക്കുലുള്ളത് കൊണ്ടാണ് ഇക്തിവ ചൂട് വെച്ചുള്ള ഈ പറഞ്ഞ ചികിത്സ ചെയ്തതിൻ്റെ കാരണം ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. തവക്കുലുള്ളത് കൊണ്ടാണ് ശകുനം നോക്കാത്തത്. ഈ പറഞ്ഞ സ്വഭാവ മേന്മയുള്ളവരാണ് ഈ 70,000 ആളുകൾ. ഇത് കേട്ടപ്പോൾ സഹാബികളിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നു. ഫഖാമ ഉക്കാശതു ഇബ്നു മിഹ്സൻ, ഉക്കാശതു ഇബ്നു മിഹ്സൻ എന്ന സഹാബി അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം പറഞ്ഞു, ഉദ്ഉല്ലാഹ അൻ യജ്അലനി മിൻഹും, അല്ലാഹുവിൻ്റെ റസൂലേ, ആ 70,000-ൽ എന്നെ ഉൾപ്പെടുത്താൻ അങ്ങ് ദുആ ചെയ്യണം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക, സാലിഹീങ്ങളായ ആളുകൾ അവരോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാമെന്ന് മനസ്സിലാക്കുക. അത് അനുവദനീയമാണ്, പക്ഷെ അത് അധികരിപ്പിക്കരുത്. ചില ആളുകളുണ്ട്, കണ്ടു കഴിഞ്ഞാൽ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു നടക്കും. ഒരാളെ കണ്ട സംശയം, ദുആ ചെയ്യും, നീ അള്ളാഹിനോട് ദുആ ചെയ്യും. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾ ചിലപ്പോൾ തീരെ ദുആ ചെയ്യൂല, സ്വയം ചെയ്യൂല, നാട്ടുകാരോട് എല്ലാവരോടും ദുആ ചെയ്യാൻ പറയും. നീ അള്ളാഹുവിനോട് ദുആ ചെയ്യും. നിന്റെ ദുആ ആണ് നിന്റെ കാര്യത്തിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്, മറ്റേതൊരാളുടെ ദുആഇനേക്കാൾ. അതുകൊണ്ടാണ് ഒരിക്കൽ താവൂസ് റഹിമഹുല്ലാഹ്, അദ്ദേഹമാണെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ അത്താ, സലഫുകളിൽപ്പെട്ട ഒരാൾ, അദ്ദേഹം ഒരിക്കൽ ഒരു രോഗിയെ സന്ദർശിച്ചു. രോഗിയായ അയാൾ പറഞ്ഞു, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇത് പറഞ്ഞു, നീ നിനക്ക് വേണ്ടി ദുആ ചെയ്യും. എന്നിട്ട് അദ്ദേഹം ഖുർആനിലെ ആയത്ത് കേൾപ്പിച്ചു കൊടുത്തു. അമ്മൻ യുജീബുൽ മുത്തറ ഇദാ ദഅ, പ്രയാസത്തിലകപ്പെട്ട ഒരാൾ വിളിച്ചു ദുആ ചെയ്താൽ ആരാണ് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത്? അല്ലാഹുവാണ്. നീ ഇപ്പോൾ പ്രയാസത്തിലാണ്, രോഗിയെ കിടക്കുക, അപ്പോൾ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേഗം ഉത്തരം കിട്ടും അല്ലേ? ഒരാൾ പ്രയാസമായാൽ രോഗം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടാൻ സാധ്യത കൂടും. അതുകൊണ്ടാണ് യാത്രക്കാരൻ്റെ ദുആ വേഗം സ്വീകരിക്കുന്നത്. കാരണം എന്താ? യാത്രക്കാരനെ കുറിച്ച് പ്രയാസത്തിലാണ്. യാത്ര കൂടുന്നതിനനുസരിച്ച് അവൻ്റെ ദുആ സ്വീകരിക്കാനുള്ള സാധ്യതയും കൂടുമെന്നാണ്. فقام عكاشة بن محصن فقال ادعوا الله أن يجعلني منهم. عكاشة بن محصن എന്ന സഹാബി അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്താൻ അങ്ങ് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മിൻഹും, നീ അവരിൽപ്പെട്ടവനാണ്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഒരു സഹാബി സ്വർഗത്തിലാണ് എന്ന് പ്രത്യേകം എടുത്തു പറയണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ തെളിവ് വരണം. നമുക്ക് ഉറപ്പിച്ചു പറയരുത് ഉക്കാശത്ത് ഇബ്നു മിഹ്സൻ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നല്ല, പിന്നെ അദ്ദേഹം വിചാരണയോ ശിക്ഷയോ ഒന്നുമില്ലാതെ നേർക്ക് നേരെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഈ ഹദീസിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ചു പറയാം. ഉക്കാശത്ത് ഇബ്നു മിഹ്സൻ അദ്ദേഹം പിന്നീട് മുർത്തദ്ദുകളുമായുള്ള യുദ്ധത്തിൽ ഷഹീദായി മരിച്ച സഹാബിയാണ്. പിൽക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മിൻഹും, ഉക്കാശ നീ അവരിൽപ്പെട്ടവനാണ്. ഇത് കേട്ടപ്പോൾ സുമ്മ ഖാമ റജുലുൻ ആഖർ, പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ കിട്ടുന്നുണ്ട്. ഒരാൾ കൂടി എഴുന്നേറ്റ്. സുമ്മ ഖാമ റജുലുൻ ആഖർ, വേറൊരാൾ കൂടി എഴുന്നേറ്റ്. അയാൾ പറഞ്ഞു, ഉദ്ഉല്ലാഹ അൻ യജഅലനി മിൻഹും, അല്ലാഹുവിൻ്റെ റസൂലെ അവരുടെ കൂട്ടത്തിൽ എന്നെ കൂടി ഉൾപ്പെടുത്താൻ അങ്ങ് ദുആ ചെയ്യണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് കൂടി ഇങ്ങനെ പറഞ്ഞാൽ അടുത്ത ആൾ എഴുന്നേൽക്കും. ഇത് അവസാനിക്കില്ല. ചിലപ്പോൾ കേട്ടറിഞ്ഞ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഹക്കീമായ യുക്തിപൂർണമായ ഒരു മാർഗം സ്വീകരിച്ചു. അവിടുന്ന് പറയും, ഇനി ചോദിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാളെ മനസ്സിനെ വേദനിപ്പിക്കും. ഇപ്പോൾ ഇയാളോട് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ അയാളോട് പറയാം, നീ ആ കൂട്ടത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് വേദനിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ബുദ്ധിപരമായൊരു വാക്കുപയോഗിച്ചു. അവിടെ നിന്ന് പറഞ്ഞു, സബഖക ബിഹാ ഉക്കാശ, അക്കാര്യത്തിൽ ഉക്കാശ നിന്നെ മുൻകടന്നിരിക്കുന്നു. ചോദിക്കാനുള്ള അവസരം ഉക്കാശക്ക് കിട്ടിയിരിക്കുന്നു. ആ ഒറ്റ വാക്കോട് കൂടി ഇനി ഒരാൾ ചോദിക്കുകയില്ല. ഈ പറഞ്ഞവൻ്റെ മനസ്സിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത ഹിക്മത്തായിരുന്നു. നമ്മളിങ്ങനത്തെ ചില സാഹചര്യത്തിൽ പെട്ട് എന്താ പറയേണ്ടതെന്ന് ഒരു 2 ദിവസം ആലോചിച്ചൊരു മറുപടി ഉണ്ടാക്കിയാൽ പോലും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു മറുപടി പറയാൻ പറ്റില്ല. ഒരാളൊട്ട് വേദനിപ്പിക്കാനും പാടില്ല, എന്നാൽ ചുറ്റുമുള്ളവർക്കൊരു പാഠമാവുകയും വേണം. എന്നാലൊട്ട് കളവ് പറയാനും പാടില്ല. ഒക്കെ വേണമല്ലോ, കളവ് പറയാൻ പാടില്ല. എന്നാൽ ഒരാളെ വേദനിപ്പിക്കരുത്. ചില സത്യങ്ങളെല്ലാം മുഖത്തേക്ക് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പ്രയാസമാവും. എന്നാലൊട്ട് അയാൾ പറഞ്ഞത് അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേറുള്ളവർക്ക് അത് ഒരു മോശമായ പാഠം നൽകും. ഇതിന്ന് എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു വാക്ക് ചിലപ്പോൾ നമ്മൾ ഒരു മാസം ആലോചിച്ച് ചിന്തിച്ചാൽ ഇങ്ങനത്തെ ഒരു വാക്ക് കിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖക ബിഹാ ഉക്കാശ, അക്കാര്യത്തിൽ ഉക്കാശ നിന്നെ മുൻകടന്നിരിക്കും. അതോടുകൂടി അയാളുടെ ചോദ്യം അവസാനിച്ചു. ഈ പറഞ്ഞ വ്യക്തിയോട് എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു എന്നതിന് പല അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്ക്. ചില ആളുകൾ പറഞ്ഞു ഇദ്ദേഹം മുനാഫിഖായതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം വളരെ മോശമാണ്, വളരെ തെറ്റായ അഭിപ്രായം. സ്വഹാബിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ സദസ്സിലിരിക്കുന്ന ഒരാളെക്കുറിച്ച് അങ്ങനെ തെളിവില്ലാതെ ഊഹിച്ച് പറയാൻ നമുക്ക് പറ്റില്ല. ഒരു സാധാരണ മുസ്ലിമിനെ തന്നെ പറ്റി പറയാൻ പാടില്ല. ചില ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആ അഭിപ്രായം ശരിയല്ല. മാത്രമല്ല, ഒരു മുനാഫിഖായ ഒരാൾ ഇങ്ങനെ ചോദിക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെ കേട്ടങ്ങ് എണീച്ചു പോകാന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം ചോദിക്കാൻ അവന് പ്രത്യേകിച്ചൊരു കാരണവും ഇല്ല. വല്ലാഹു അലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് മറ്റുള്ളവർ ഇനി ചോദിക്കാതിരിക്കാനും ഈ മനുഷ്യനെ വേദനിപ്പിക്കാതിരിക്കാനുമാണ്. വല്ലാഹു അലം. ഈ പറഞ്ഞ ഹദീസിൽ നിന്ന് പഠിക്കേണ്ട 3 പാഠങ്ങളുണ്ട്, അല്ലെങ്കിൽ 3 വിഷയങ്ങൾ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്. അതിലൊരു കാര്യം നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതാണ്, ഏതൊരു മുസ്ലിമിനെയും സന്തോഷിപ്പിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞു, ومعهم 70,000 يدخلون الجنة بغير حساب ولا عذاب. വിചാരണയും ശിക്ഷയുമില്ലാതെ 70,000 ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പോൾ ചില ആളുകൾ മനസ്സിൽ 70,000 ഞാൻ എങ്ങനെ പെൽപ്പെടും? എത്ര പോരെ സഹാബികളുണ്ട്, താബിഈങ്ങളും പണ്ഡിതന്മാരും, എത്ര കുറച്ചെണ്ണല്ലേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന് പണ്ഡിതന്മാർ ചില പറഞ്ഞു, പിൽക്കാലഘട്ടത്തിൽ അവിടുന്ന് 70,000 ആളുകൾ സ്വർഗത്തിൽ വിചാരണയില്ലാതെ പ്രവേശിക്കുന്നു എന്ന് അവിടത്തേക്ക് വിവരം കിട്ടിയപ്പോൾ സുബ്ഹാനല്ലാഹ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് റഹീമായിരുന്നു, റഊഫായിരുന്നു. തൻ്റെ ഉമ്മത്തിനോട് അങ്ങേറ്റം സ്നേഹമുള്ള അവിടുന്ന് വീണ്ടും കൂടുതൽ വർദ്ധിപ്പിച്ച് നൽകാൻ അല്ലാഹു ദുആ ചെയ്തു. ഈ 70,000-ൽ കൂടുതൽ നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തു. എന്നിട്ട് അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, വഅദനി റബ്ബി സുബ്ഹാനഹു അൻ യുദ്ഖിലൽ ജന്നത മിൻ ഉമ്മതി 70,000 ലാ ഹിസാബ അലൈഹിം വലാ അദാബ്. അല്ലാഹു എനിക്ക് എൻ്റെ ഉമ്മത്തിൽ നിന്ന് 70,000 ആളുകളെ വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു.
മഅ കുല്ലി അൽഫിൻ 70,000. ഈ 70,000-ൽ ഓരോ 1000 ആളുകളോടുമൊപ്പം മറ്റൊരു 70,000 ഉണ്ട്. ഓരോ 1000-നോടൊപ്പം. വസലാസു ഹസയാത്തിൻ മിൻ ഹസയാത്തി റബ്ബി അസ്സ വജൽ. അതിനോടൊപ്പം എൻ്റെ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹു അവൻ എൻ്റെ ഉമ്മത്തിൽ നിന്ന് 3 തവണ കോരിയെടുക്കുന്ന ആളുകൾ അവരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. എത്ര ആളുകളായി? 70,000 ആളുകളുണ്ട്. അതിനോടൊപ്പം ഓരോ 1000-നോടൊപ്പം വീണ്ടും 70,000. ഏതാണ്ട് 49,70,000 ആളുകൾ പറഞ്ഞില്ലണ്ട. 70,000 ഓരോ 1000-നോടൊപ്പം 70,000 വീണ്ടും കൂട്ടിയാൽ 49,70,000 ആളുകൾ. 49,70,000 ആളുകൾ. ഇത് വളരെ സന്തോഷം നൽകുന്ന വാർത്തകളിലൊന്നാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുമുല്ലദീന ലാ യസ്തർഖൂൻ. അവർ മറ്റുള്ളവരോട് റുഖിയ മന്ത്രിച്ചു നൽകാൻ ആവശ്യപ്പെടാത്തവരാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മന്ത്രം ചെയ്യേണ്ട അവസ്ഥകൾ 4 സന്ദർഭങ്ങൾ വന്നേക്കാം. ഒന്നല്ലെങ്കിൽ അവൻ സ്വയം അവനെ തന്നെ മന്ത്രിക്കുക, അതല്ലെങ്കിൽ അവൻ മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ സ്വയം തന്നെ എനിക്ക് അസുഖം ബന്ധിച്ചു, അതല്ലെങ്കിൽ എൻ്റെ കുട്ടിക്കോ അതായത് വേറെ ആർക്കെങ്കിലും അസുഖം വന്നപ്പോൾ ഞാൻ അവന് മന്ത്രിച്ചു കൊടുക്കുക, അതിൽ വേറെ ആൾക്ക് പ്രയാസം അയാൾക്ക് മന്ത്രിച്ചു കൊടുക്കുക. അതുമല്ലെങ്കിൽ ഞാൻ എനിക്കു വേണ്ടി മന്ത്രിച്ച് നൽകാൻ മറ്റൊരാൾ ആവശ്യപ്പെടാം, നീ എനിക്കൊന്ന് മന്ത്രിച്ച് തന്നെ എന്ന് ഞാൻ മറ്റൊരാളോട് ആവശ്യപ്പെടാം. അതുമല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി മന്ത്രിച്ചു കൊടുക്കാൻ ഞാൻ വേറൊരാളോട് പറയാം, ഞാൻ അദ്ദേഹത്തോട് പറയാം ഒന്ന് മന്ത്രിച്ചു കൊടുത്താൽ എന്ന് പറയാം. 4 അവസ്ഥ പറഞ്ഞു, മനസ്സിലായില്ലേ? ഒന്ന് അവനാന് വേണ്ടി മന്ത്രിക്കുക സ്വയം തന്നെ, അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടി മന്ത്രിച്ചു കൊടുക്കുക, അതുമല്ലെങ്കിൽ വേറൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കാൻ മറ്റൊരാളുടെ ആവശ്യപ്പെടാം, അതുമല്ലെങ്കിൽ എനിക്കു വേണ്ടി മന്ത്രിച്ചു തരാൻ വേറൊരാളുടെ ആവശ്യപ്പെടാം. ഈ പറഞ്ഞതിൽ ആദ്യത്തെ 3 കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ആദ്യത്തെ 3 കാര്യം? സ്വയം അവിടുന്ന് മന്ത്രിച്ചിട്ടുണ്ട്, മറ്റൊരാൾക്ക് അവിടുന്ന് മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട്, മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കാൻ അവിടുന്ന് വേറെയുള്ളവരോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇത് 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. അവിടുന്ന് സ്വയം മന്ത്രിച്ച് ധാരാളം ഹദീസുകളുണ്ട്. അവിടുന്ന് മറ്റുള്ളവർക്ക് മുൻപ് ഹസനും ഹുസൈനും മന്ത്രിച്ച് നമുക്ക് കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ മിൻ കുല്ലി ഐനിൻ ലാമ്മ. അവിടുന്ന് ഹസനും ഹുസൈനും മന്ത്രിച്ചു കൊടുത്താണ് റളിയല്ലാഹു അൻഹുമാ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കാൻ വേറൊരാളോട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അവിടുന്ന് ഒരു വീട്ടിൽ പ്രവേശിച്ചപ്പോൾ അവിടെയുള്ള ഒരു പെൺകുട്ടിയെ അവരുടെ മുഖത്ത് മുഴുവൻ കലകൾ വന്നിരിക്കുന്നു, പ്രത്യേകതരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ കുട്ടിക്ക് എന്താണ് പറ്റിയിരിക്കുന്നത്? ചില ആളുകളുടെ മുഖത്ത് സാധാരണയിൽ കവിഞ്ഞ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായി കണ്ടേക്കാം. എന്താണ് സംഭവിച്ചത്? അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ പെൺകുട്ടികൾക്ക് പെട്ടെന്ന് കണ്ണീർ ബാധിക്കാൻ, ചില ആളുകൾക്ക് പെട്ടെന്ന് കണ്ണീർ ബാധിക്കും. അവരുടെ പടപ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കാരണങ്ങൾ കൊണ്ടായിരിക്കാം. വേറെ ചില ആളുകൾ അവരിൽ നിന്ന് പെട്ടെന്ന് കണ്ണീർ ബാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, നീ അവന് മന്ത്രിച്ചു കൊടുക്കുക. ഇത് വേറെ ആൾക്ക് വേണ്ടി ആവശ്യപ്പെട്ടതാണ്, അതിൽ കുഴപ്പമില്ല. പറഞ്ഞതെല്ലാം അടിസ്ഥാനപരമായി ഇതൊക്കെ അനുവദനീയമാണ്. 4ാമത്തെ കാര്യം, എനിക്ക് മന്ത്രിച്ചു നൽകൂ എന്ന് മറ്റൊരാൾ ആവശ്യപ്പെടും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. അവിടുന്ന് മറ്റൊരാളോട് എനിക്ക് വേണ്ടി മന്ത്രിച്ചു നൽകൂ എന്ന് ആവശ്യപ്പെടുന്നത് ഹദീസിൽ എവിടെയും വന്നിട്ടില്ല. ഉലമാക്കൾ പറഞ്ഞു, മറ്റൊരാളോട് മന്ത്രിച്ചു നൽകാൻ ആവശ്യപ്പെടുക എന്നത് അടിസ്ഥാനപരമായി അനുവദനീയമാണ്, ഹറാമായ കാര്യം എന്നല്ല. പക്ഷേ അത് പൂർണ്ണതയ്ക്ക് വിരുദ്ധമാണ്. നമ്മളിപ്പോൾ ഈ കിതാബിൽ പറയുന്നത് തൗഹീദിൻ്റെ എന്തെക്കുറിച്ചാണ്? പൂർണ്ണതയെക്കുറിച്ചാണ്. തൗഹീദ് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യൻ ഇത് ഉപേക്ഷിക്കണം. ഈ ഫദ്ല്, ഈ പറഞ്ഞ ശ്രേഷ്ഠത ലഭിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ വേറൊരാൾ മന്ത്രിച്ചു തരാൻ നീ ആവശ്യപ്പെടരുത്. എന്തുകൊണ്ടാണ് വേറൊരാൾ മന്ത്രിച്ചു തരാൻ ആവശ്യപ്പെടരുത് എന്ന് പറയുന്നത്? പല കാരണങ്ങളുണ്ട്. ഒരു കാരണം, ഒന്ന്, നീ മറ്റൊരാളുടെ മുൻപിൽ താഴ്മയോടുകൂടി അപേക്ഷിക്കേണ്ട സാഹചര്യം പലപ്പോഴും പ്രത്യേകിച്ച് മന്ത്രത്തിലുണ്ടാകും.
വേറെ എന്തെങ്കിലും ഒന്ന് വെള്ളം എടുത്തെന്നാ എന്ന് പറയുന്ന പോലെയല്ല. ഒന്ന് മന്ത്രിച്ചു തരുമോ, നിങ്ങളൊരു സമയം കിട്ടിയാൽ ഒന്ന് മന്ത്രിച്ചു തരുമോ, നിങ്ങൾക്കൊന്ന് സാധിക്കുമോ, ഇങ്ങനെ ഒരാളോട് ഇത് ചോദിച്ച് നടക്കേണ്ടി വരും. ഒരാളോട് ഇങ്ങനെ ചോദിക്കുക എന്നുള്ളത് ഒരു പ്രയാസകരമായ കാര്യമാണ്. ഒരാളുടെ മുൻപിൽ നീ താഴ്ന്നു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുക എന്നത് തൗഹീദിൻ്റെ പൂർണ്ണതയ്ക്ക് യോജിച്ചാൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ ഇസ്ലാം നിങ്ങളെ ക്ഷണിക്കുന്നത് അള്ളാഹുവിൻ്റെ മാത്രം അടിമയാകാനും മറ്റൊരാളുടെയും അടിമയാകാതിരിക്കാനാണ്. നീ വേറെ ആളെ മുന്നിൽ തലവണിക്കേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അടിമകളോട് വരെ പറഞ്ഞു, നിങ്ങൾ അടിമകൾ നിങ്ങളുടെ ഉടമസ്ഥന്മാരെ റബ്ബി എന്ന് പറയരുത്. അവരുടെ കാലത്ത് അന്ന് അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾ അടിമകളെ അബ്ദി എന്ന് പറയരുത്, എൻ്റെ അടിമ എന്ന് പറയരുത്. മറിച്ച് നിങ്ങൾ പറഞ്ഞുകൊള്ളുക അടിമ ഉടമസ്ഥനെ കുറിച്ച് സയ്യിദി എന്ന് പറയട്ടെ. ഉടമസ്ഥൻ അടിമയെ വിളിക്കുമ്പോൾ അവൻ തൻ്റെ അടിമയെ ഫതായ, എൻ്റെ കുട്ടിയെന്നോ അല്ലെങ്കിൽ എൻ്റെ കീഴിലുള്ളവനെന്നോ പറയട്ടെ, അടിമ എന്ന് പറയാതിരിക്കട്ടെ. ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിപൂർണ അടിമയാകാനാണ് നിന്നെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിമിനെ പോലെ സ്വാതന്ത്ര്യമുള്ള വേറെ ആളുമില്ല. കാരണം അവനവൻ്റെ റബ്ബിൻ്റെ വിധി അല്ലാതെ വേറെ ആൾക്ക് നോക്കുന്നില്ല എന്തു വന്നാലും. അപ്പോൾ ഈ പറഞ്ഞത് ആണ് കാരണം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. മറ്റൊരാളോട് ചോദിക്കുന്ന അവസ്ഥ ഒന്നത്. രണ്ടാമത്തെ കാര്യം അവർ പറഞ്ഞു, റുഖിയ ഒരാൾ മന്ത്രിച്ച് നൽകുക എന്നത് മറ്റൊരാളിൽ നിന്ന് ആവശ്യപ്പെടും. പൊതുവെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, മന്ത്രിച്ച് നൽകുന്ന വ്യക്തി അയാളുടെ സ്വാധീനം ഇതിലുണ്ട് എന്ന് വിശ്വസിക്കപ്പെടാൻ വലിയ സാധ്യതയുണ്ട്. മന്ത്രിക്കുന്ന ആളെ കുറിച്ചിട്ട് പൊതുവേ ഇത് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാവില്ല. വേറെ മന്ത്രിച്ച് വരുമ്പോൾ യഥാർത്ഥത്തിൽ മന്ത്രിക്കുന്ന വ്യക്തി അയാൾക്കിതിൽ പ്രത്യേകിച്ച് സ്വാധീനം അള്ളാഹുവിൻ്റെ രോഗം മാറ്റുന്നത്. ഇയാൾ ഖുർആൻ ഓതുന്നു, ഹദീസ് ദിക്ർ ചൊല്ലുന്നു എന്നല്ലാതെ അയാളുടെ ഇഖ്ലാസിന് ഇതിൽ സ്വാധീനം ഉണ്ടായേക്കാം എന്നല്ലാതെ ഈ വ്യക്തി എന്ന നിലക്ക് ആ വ്യക്തിക്ക് ഇതിൽ പ്രത്യേകിച്ച് യാതൊരു സ്വാധീനമല്ല. ചില ആളുകൾ ഇന്ന നാട്ടിലൊരുത്തൻ മന്ത്രിക്കുന്നുണ്ട്, പിന്നെ അവൻ്റെ പിന്നാലെ കുറേ എണ്ണം. അങ്ങനെ ഉണ്ടാവരുത്. അത് പലപ്പോഴും മന്ത്രിക്കാൻ ആവശ്യപ്പെടുക എന്നതിൽ പൊതുവെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ ചില ആൾക്കാർ ഈ മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞ് ജനങ്ങളെല്ലാവരെയും മന്ത്രിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാക്കും. അങ്ങനെ ആക്കരുത്. അവനാൻ സ്വയം മന്ത്രിക്കാൻ പറ്റുമെങ്കിൽ സ്വയം മന്ത്രിക്കാം. നിൻ്റെ വീട്ടിലാർക്ക് പ്രയാസമുണ്ട്, നീ മന്ത്രിച്ചു കൊടുക്കും. ഇങ്ങനെ നാടൊട്ടാകെ ചുറ്റി അടക്കേണ്ടതില്ല മന്ത്രിക്കാൻ വേണ്ടി. ഇതിന് കുറച്ച് സ്പെഷ്യലിസ്റ്റുകളെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുക, അത് വേണ്ടതില്ല. നീ സ്വയം മന്ത്രിച്ചാൽ മതി, അല്ലെങ്കിൽ നിൻ്റെ വീട്ടുകാർക്ക് നീ മന്ത്രിച്ചു കൊടുത്താൽ മതി. മൂന്നാമത്തെ കാര്യം ചില പണ്ഡിതന്മാർ പറഞ്ഞു, റുഖിയ എന്നത് വളരെ ലളിതമായ കാര്യമാണ്. ഇത്ര ലളിതമായ ഒരു കാര്യം ഒരാൾ ചോദിക്കുക എന്നുള്ളത് ശരിയല്ല. വളരെ എളുപ്പമാണ്. നിങ്ങൾ സൂറത്തുൽ ബഖറ ഒന്നായി ഹിഫ്ളാക്കേണ്ട കാര്യം പോലുമില്ല. ആയത്തുൽ കുർസി, ആമന റസൂലു ഖുൽ ഹുവല്ലാഹു ഖുൽ അദ്ബിർ ബിൽ ഫൽഖ് അദ്ബിർ ബിൻ നാസ്, ഇതൊക്കെ ആർക്കറിയാത്തത്? ചൊല്ലിയാൽ മതി. ഇത് ചൊല്ലുകയും ശരീരത്തിൽ മന്ത്രിക്കുകയും ചെയ്യുക, സ്ഥിരമായി ചെയ്യുക. നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? സ്ഥിരമായി ചെയ്യുക. ഒരാൾക്ക് ഇത് ചൊല്ലാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടോ എങ്കിൽ അവന് ചോദിക്കാം, യാതൊരു പ്രശ്നമില്ല. അവൻ ഈ പറഞ്ഞതിൽ ഉൾപ്പെടുകയേയില്ല. അങ്ങനെയാണ് ഉലമാക്കൾ. ഷെയ്ഖ് സുലൈമാൻ റഹൈലി, അദ്ദേഹം ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെ പോലുള്ളവർ ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരാൾക്ക് വളരെ ശക്തമായ ആവശ്യമുണ്ട്. ചില ആൾക്ക് വല്ലാതെ വിറ ബാധിച്ചിട്ടുണ്ട്, ഓതാനേ പറ്റില്ല. അവന് വേറെ ആളുടെ എനിക്കൊന്ന് മന്ത്രിച്ചു തരുമോ എന്ന് ചോദിക്കാം. അത് പ്രശ്നമല്ല, ആവശ്യമുള്ളത് കൊണ്ട്. ഒരു ആവശ്യമില്ലാതെ നീ വേറെ ആൾക്കാരോട് മന്ത്രിക്കും. ചില ആൾക്കാർ ചിലപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നാറുണ്ട്. ചില ആൾക്കാർ വേറൊരുത്തർ മന്ത്രിക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മന്ത്രിക്കാൻ അറിയാമെന്നോ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മുന്നിൽ പോയിരിക്കും. ഇന്നൊന്ന് മന്ത്രിച്ച് നോക്കിയാൽ, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ, എനിക്ക് ജിന്നുണ്ടോയെന്ന് അറിയട്ടെ, ഷെഹർ ബാധിച്ചു. എന്തിനും നീ വെറുതെ കുഴപ്പത്തിന് പോകുന്നത്? അള്ളാഹു നിനക്ക് നൽകിയ ആഫിയത്ത് നീ എന്തിനാണ് നീ നഷ്ടപ്പെടുത്തുന്നത്? എതിരെ ആൾക്കാരോട് അങ്ങനെ പോയി ചോദിക്കുന്നത്? ഒന്ന്, ഈ ചോദിക്കുന്നത് തെറ്റാണ്. രണ്ട്, എന്തിനാണ് നീ ഇത്തരം അവസ്ഥകളിൽ സ്വയം കൊണ്ടുപോയി വെക്കുന്നത്? എത്രയോ ആളുകൾ ആ ദിവസം വരെ ഒരു കുഴപ്പമുണ്ടായിട്ടുണ്ടാവില്ല. ഇങ്ങനെ ആരുടെയെങ്കിലും മുന്നിൽ മന്ത്രിക്കാൻ പോയിരിക്കും. അപ്പോൾ നിങ്ങൾ തോന്നും, എനിക്കെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. എത്രയോ ആളുകളത് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. എത്ര ആളുകൾ ഈ അനുഭവം പറഞ്ഞു. ഒരു കുഴപ്പവും ചിലപ്പോൾ ഉണ്ടാവില്ല. ചില ആളുകൾക്ക് പ്രയാസമുള്ള ആളുകൾ ഉണ്ടാവും. അവർക്ക് അള്ളാഹു അവർക്ക് ഷിഫാ നൽകട്ടെ. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ
അള്ളാഹു അവർക്ക് അവരുടെ പ്രയാസം നീക്കി കൊടുക്കട്ടെ. അള്ളാഹു എല്ലാ സിഹർ ബാധിച്ച ആളുകൾക്കും അവരുടെ സിഹറിൽ നിന്ന് അള്ളാഹു മോചനം നൽകുമാറാകട്ടെ. ഞാൻ അവരെക്കുറിച്ചല്ല ഈ പറയുന്നത്. ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല, എന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോവാ. എന്തിനാ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? എന്തിനാണ് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിടുന്നത്? എന്നിട്ട് അതിൽ കുടുങ്ങുക. ഞാൻ എന്നിട്ട് വലിയ അഭിമാനത്തിൽ പറയാം, എനിക്കൊരു ജിന്നുണ്ടായിരുന്നു, ഞാൻ അതുവരെ അറിയില്ലായിരുന്നു, ഇന്നലെ നോക്കിയപ്പോൾ അറിഞ്ഞേ. ഇത്രയും റാഹത്തിൽ ജീവിച്ചൊരു മനുഷ്യൻ അവൻ്റെ ജീവിതം കൊണ്ട് ഈ ബാത്തിലാക്കാന്ന് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജനങ്ങൾ പിന്നെ പണ്ഡിതന്മാർക്ക് ആർക്കോ കിതാബുണ്ട്, കിതാബുൽ ഹുമഖ എന്ന് പറഞ്ഞിട്ട് ഹംഖീങ്ങളെ കഥ മാത്രം പറയാൻ. ഇത് ഹംഖത്തരമാണ്, അങ്ങനെ തനിച്ച വിഡ്ഢിത്തരമാണ്, വേണ്ടാത്ത പണിയാണ്. ഇങ്ങനെ നിങ്ങൾ ദീന് വെച്ച് കളിക്കരുത്. നിങ്ങളുടെ സ്വന്തം ജീവിതം വെച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, പരീക്ഷണത്തിന് നിൽക്കരുത്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ചില കാര്യങ്ങളിൽ ശൈത്താൻ ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് കളിക്കാൻ ഇത് വടിയൊരുക്കും. ദീനിൻ്റെ കാര്യത്തിൽ ഹസ്മുണ്ടാവും, ഉറച്ച നിലപാട്, വ്യക്തമായ ബോധ്യമുള്ള കാര്യം ചെയ്യാൻ, അല്ലാതെ അവ്യക്തമായ കാര്യങ്ങളിലേക്ക് പിന്നാലെ പോരുത്. രണ്ടാമത്തെ കാര്യം, അവസാനത്തെ കാര്യം, മൂന്നാമത്തെ കാര്യം ചൂടുവെക്കലാണ്. ചൂടുവെക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ 3 തരത്തിൽ വന്നിട്ടുണ്ട്. ചില ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വഹാബികളോട് ചൂടുവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റു ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സഹാബികൾക്ക് ചൂടുവെക്കാനുള്ള വൈദ്യനെ പറഞ്ഞയച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്അദ് ഇബ്നു സുറാറ എന്ന സഹാബി, അദ്ദേഹമാണ് ആദ്യത്തെ ഖതീബ്, ഇസ്ലാമിലെ ആദ്യത്തെ ഖതീബ് അദ്ദേഹമാണ്. ആദ്യമേ ഖുത്ബ പറഞ്ഞു വെള്ളിയാഴ്ച ജുമുഅക്ക്. അസ്അദ് ഇബ്നു സുറാറ എന്ന സഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്നെ ചൂട് വെച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചൂട് വെച്ച സംഭവം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അനസ് ഇബ്നു മാലിക് പറഞ്ഞിട്ടുണ്ട്. റസൂൽ അംഗീകരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ ചില ഹദീസുകളുണ്ട്. വേറെ ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചൂട് വെക്കുന്നത് അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ലാ ഉഹിബ്ബു അൻ അക്തവി, ഞാൻ മന്ത്രിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. മറ്റു ചില ഹദീസുകൾ അവിടുന്ന് പറഞ്ഞു, അന അക്റഹു അൻ അക്തവി, ഞാൻ മന്ത്രിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. മറ്റു ചില ഹദീസ്, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നവർ ഹുമുല്ലദീന യസ്തർഖൂ വലാ യക്തവൂൻ, അവർ ചൂട് വെക്കുകയില്ല. രണ്ടാമത്തെ തരം ഹദീസ് അങ്ങനെയാണ്. ചില ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുകയും ചെയ്യാൻ മറ്റുള്ളവരോട് പറയുകയും ചെയ്തു. വേറെ ചില ഹദീസിൽ അവിടെ നിന്ന് വിലക്കിയിട്ടുണ്ട്. വേറെ ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂട് വെക്കുന്നത് വിലക്കിയിട്ടുണ്ട്, ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലതിൽ ഇഷ്ടമില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, ചിലതിൽ ചെയ്യുന്നത് വിലക്കിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, വഇന്നി അൻഹ ഉമ്മതി അനിൽ കയ്യ്, ചൂട് വെക്കുന്നത് ഞാൻ എൻ്റെ ഉമ്മത്തിന് വിലക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിക്തവ ഔ ഇസ്തർഖ ഫഖദ് ബറിഅ മിനത് തവക്കുൽ, ആരെങ്കിലും ചൂട് വെക്കുകയോ മന്ത്രിക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്താൽ അവൻ തവക്കുലിൽ നിന്ന് അകലം പാലിച്ചിരിക്കുന്നു, എൻ്റെ തവക്കുൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴത്തെ കാലത്ത് ചില പണ്ഡിതന്മാരായിട്ട് നടക്കുന്ന ആൾക്കാരോട് ഒക്കെ ദൈഫാണ്, ഒക്കെ ദൈഫ്, അല്ലെങ്കിൽ പറയും ഹദീസൊക്കെ അങ്ങനെ തന്നെ, ഒക്കെ ഓരോ കോലത്തിലായിരിക്കും. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ചിലർക്ക് വരും. ഉലമാക്കൾ പറഞ്ഞു, ഈ 3 ഹദീസും 3 സന്ദർഭങ്ങളിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചൂട് വെക്കുന്നവൻ തവക്കുലിൽ നിന്ന് അകന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ തവക്കുൽ ചെയ്യുന്നതിനാണ്. ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ ചൂടുവെക്കുന്നതിനാണ്. പ്രത്യേകിച്ച് ജാഹിലിയ കാലഘട്ടത്തിൽ അവർക്ക് ചൂടുവെക്കുന്നതുമായി ബന്ധപ്പെട്ട ചില വിശ്വാസങ്ങളുണ്ടായിരുന്നു. അവർ വിചാരിച്ചിരുന്നത് ചൂടുവെക്കുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ചികിത്സാ രീതിയാണ്. അത് രോഗം വരാതെ വെച്ചാൽ ചൂടുവെക്കുക എന്നതിൻ്റെ ബറക്കത്തുകൊണ്ട് ചൂടുണ്ടാവില്ല എന്നാണ്, ഈ അസുഖം ഉണ്ടാവില്ല എന്നാണ്. ചില ആൾക്കാർ രോഗമില്ലാതെ തന്നെ പോയി ചൂടുവെക്കും. ജാഹിലിയ കാലത്ത് ധാരാളമായി ചെയ്തിരുന്നു. ശരീരത്തിൽ ഒരു രോഗവുമില്ലാതെ ഒരു പ്രയാസവുമില്ലാതെ കൊണ്ടുപോയി ചൂടുവെക്കും.
അവർ വിചാരിച്ചിരുന്നത് ചൂട് വെക്കുക എന്നത് രോഗത്തെ സ്വയം ഇല്ലാതെയാക്കുമെന്നായിരുന്നു. ഇങ്ങനെ ഒരാൾ ചൂട് വെക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത്. ഇത് പാടില്ല, ജാഹിലിയത്തിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അങ്ങനെ ചൂട് വെക്കുന്നത് അവിടുന്ന് വിലക്കിയിട്ടുണ്ട്. ആ സാഹചര്യങ്ങളിലാണ് അവിടുന്ന് ചൂട് വെക്കുന്നതിനെ ഈ രൂപത്തിൽ വിലക്കിയത്. തവക്കുലിന് വിരുദ്ധാണ്. ഒരാൾ പറയാൻ ചൂട് വെക്കുന്നത് കൊണ്ട് ഒരു രോഗം ഉണ്ടാവില്ല, അതാണ് രോഗങ്ങളൊക്കെ മാറ്റുന്നത് എന്ന് ജാഹിലിയത്തിൽ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച് ഇന്നും അങ്ങനത്തെ വിശ്വാസം ആളുകൾക്ക് ചില ചികിത്സാ രീതികളോടുണ്ട്. ചില ആളുകൾക്ക് ചില ചികിത്സാ രീതികളിലുള്ള വിശ്വാസം അനുവദിക്കപ്പെട്ട പരിധിക്കപ്പുറമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ ഒരിക്കലും രോഗം വരാതെ പോയി ചികിത്സിക്കുക എന്നത് ഇസ്ലാമിൽ കൽപ്പിക്കപ്പെട്ട കാര്യമല്ല. രോഗം വന്നാൽ തന്നെയും ഇത് വേറെ തന്നെ പറയേണ്ട കാര്യമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു 3 അവസ്ഥകൾ. രോഗം വന്നു, ഈ രോഗം മാറാൻ ഒരു ചികിത്സയുണ്ട് എന്ന് നിനക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു, ആ ചികിത്സ സ്വീകരിച്ചാൽ രോഗം മാറും എന്ന് ഏതാണ്ട് നിനക്ക് ഒരു പ്രതീക്ഷയുണ്ട്. മാത്രമല്ല ചികിത്സിച്ചിട്ടില്ല എങ്കിൽ നിന്റെ ആരോഗ്യം അപകടത്തിലാകും, പ്രയാസത്തിലാകും, എങ്കിൽ ചികിത്സിക്കൽ നിർബന്ധമാണ്. ആ സന്ദർഭത്തിൽ നീ മരിച്ചുവെങ്കിൽ ചികിത്സിക്കണം. ഞാൻ ചികിത്സിക്കാൻ അല്ലാഹ് തവക്കൽ ചെയ്തിരിക്കാൻ പാടില്ല. രണ്ടാമത്തെ അവസ്ഥ, ഒരാൾ രോഗം ബാധിച്ചു, അവൻ ചികിത്സിച്ചാൽ അവൻ്റെ രോഗം മാറുമെന്ന് അവന് പ്രതീക്ഷയുണ്ട്, പക്ഷേ ആ രോഗം അത്ര കഠിനമല്ല. ഉദാഹരണത്തിനൊരു പനി. ചില ആൾക്കാർ പനി വരുന്നതിന് ഒരു വീട്ടിൻ്റെ വാതിലുമ പനി എത്തിയാൽ മതി, അപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് ഓടും. അസുഖം വരാൻ അവൻ ജീവിതത്തിൽ ഒരു അസുഖവും ബാധിക്കാതെ ജീവിക്കണം. അങ്ങനെ ആവരുത്. സുഖം വന്നാൽ പ്രതിഫലം. ഇപ്പം അസുഖങ്ങൾ വരുമ്പോൾ പ്രയാസമുണ്ടാകുന്നതിന് മുമ്പ് പോയി ചികിത്സിക്കാൻ ഒഴിവാക്കണം. ഇത് വേറെ ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ നമുക്കത് വിശദീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത് ജാഹിലിയത്തിലെ വിശ്വാസത്തെയാണ്. ഒന്ന്, അവിടുന്ന് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞത് ആവശ്യമില്ലാതെ ചൂടുവെക്കുന്നതാണ്. ഒരാൾ ഈ പറഞ്ഞ വിശ്വാസമൊന്നുമില്ലാതെ ഒരു ചെറിയ അസുഖം വരുമ്പോഴത്തേക്ക് മറ്റു ചികിത്സാ രീതികളൊക്കെ ഉണ്ടായിട്ടും ചൂടുവെക്കുന്നത് സ്വീകരിച്ചാൽ അത് അവിടത്തേക്ക് ഇഷ്ടമല്ല, നല്ലതല്ല. എന്തുകൊണ്ട്? ചൂടുവെക്കുക എന്നതിൽ നരകശിക്ഷയോട് ചെറിയ ഒരു സമാനതയുണ്ട്. നരകത്തിൽ മനുഷ്യനെ തീയോണ്ടാണ് ശിക്ഷിക്കുന്നത്. അപ്പോൾ ആ ശിക്ഷയോട് സമാനതയുള്ള രീതിയാണ് ഇത് എന്നതുകൊണ്ട് അവനത് ഉപേക്ഷിക്കലാണ് നല്ലത്. ഇപ്പോൾ വേറെ ഹദീസുകൾ കാണാം, നരകത്തിനോട് സമാനതയുള്ള കാര്യം ചെയ്യരുത്. അതിൽപ്പെട്ടതാണ് ചില ആൾക്കാരുടെ സ്വഭാവമാണ് ഈ കടുത്ത ചൂടുള്ള വെള്ളം ചായം കുടിക്കൽ. അത് ഒഴിവാക്കേണ്ടതാണ്. നരകക്കാരുടെ ഭക്ഷണത്തിൽപ്പെട്ടതാണ് ഹമീം, കടുത്ത ചൂടുള്ളത്. കടുത്ത ചൂടുള്ളത് കുടിക്കുക എന്നുള്ളത് ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ അവിടുന്ന് ചൂടുവെച്ച സന്ദർഭങ്ങൾ, ചൂടുവെക്കാൻ കൽപ്പിച്ച സന്ദർഭങ്ങൾ ആവശ്യമുള്ള സമയങ്ങളാണ്. ഉദാഹരണത്തിന് അഹ്സാബ് യുദ്ധത്തിൽ സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ നരമ്പ് അതിൽ അമ്പ് കൊള്ളുകയും അതിൽ നിന്ന് രക്തം വാർന്നൊലിക്കാൻ തുടങ്ങുകയും ചെയ്തു. അത് ആവശ്യമാണ്. അവരുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചികിത്സ അതാണ്, ചൂടുവെക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂടുവെക്കാൻ പറഞ്ഞു. ആവശ്യമുള്ള സന്ദർഭത്തിൽ ചൂടുവെക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗവുമില്ലെങ്കിൽ അത് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ പറഞ്ഞത്. ആവശ്യമില്ലാതെയാണ് എങ്കിൽ അത് ഉപേക്ഷിക്കലാണ് നല്ലത്. വേറെ ചികിത്സാ രീതി ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാം, ചൂടുവെക്കുന്ന ഒഴിവാക്കുക. ജാഹിലിയത്തിലെ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തിക്കൊണ്ടാണ് എങ്കിൽ അത് തവക്കുലിന് വിരുദ്ധമാണ്, അത് തീർത്തും ഒഴിവാക്കേണ്ടതാണ്. ഇതാണ് ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഒരു അധ്യായം നമ്മൾ 2 ക്ലാസ് തവണ എടുക്കേണ്ടി വന്നു. ഈ അധ്യായം കുറച്ച് വിശാലമായ അധ്യായമായതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തത്. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായങ്ങൾ നമുക്ക് ഒരു ദർസിൽ പൂർത്തീകരിക്കാവുന്ന രൂപത്തിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് പൂർത്തീകരിക്കുന്ന, സ്വർഗത്തിൽ വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ പ്രവേശിക്കുന്ന അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദാസന്മാരിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിന് യോജിച്ച പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് സഹായം നൽകുമാറാകട്ടെ. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.